നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവ് 23ാമത്തെ ബ്രാൻഡൻ മലയാളി സമാജത്തിന്റെ 23ാമത്തെ ഡോക്ടർ ലൈവ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, വളരെ ചെറുതായിട്ട് ആരംഭിച്ച് എത്രമാത്രം ദിവസം കൊണ്ടുപോകാൻ ഒക്കും എന്ന് തന്നെ ഒരു തീർച്ചയില്ലാതെ തന്നെയാണ് നമ്മൾ ഇത്രയും ഡോക്ടർമാരെയും ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നൊരു ഐഡിയ ഒന്നും ഇല്ലാതെ ആദ്യം നമ്മൾ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെച്ചത്. എന്നാൽ തുറന്നിങ്ങോട്ട് അത്ഭുതകരമായ പിന്തുണ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഒരേറെ നല്ല ഡോക്ടർമാരെ നമ്മളെ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് തന്നെ ആയാലും പ്രത്യേകിച്ച് ഡോക്ടർ എലിസബത്ത് കെ ഇ, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ വളരെ പ്രമുഖയായ ഒരു ഡോക്ടറാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാടുമായിട്ട് അടുത്തുള്ള ഡോക്ടറാണ്. ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ. ഇവിടെ നമ്മുടെ കമ്മിറ്റി തന്നെ അംഗങ്ങളായ സന്നീപിൻ്റെയും സജാടെയൊക്കെ ആൾക്കാരും ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് വളരെ ആത്മബന്ധമുള്ള ഡോക്ടറാണെന്ന് ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും വരുന്നവർ നമ്മളുമായിട്ട് ഏതെങ്കിലും ഇതിലൊക്കെ ഇങ്ങനെ ബന്ധവും സ്നേഹമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള നല്ല മനസ്സുകൊണ്ടാണ് ഈ ഡോക്ടർ ലൈവ് എന്ന് പറയുന്നത്. ഞങ്ങളെ പോലെ ബ്രാൻഡൻ മലയാളി സമാജം നടത്തുന്ന ഡോക്ടർ ലൈവ് 23ാമത്തെ ആഴ്ച വരെ എത്തി നിൽക്കുന്നത്. അടുത്ത ആഴ്ചകളിലേക്കുള്ള ഡോക്ടർമാരും ഒക്കെയും ബുക്ക്ഡായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഓരോ ഡോക്ടർമാരെ നമുക്ക് അവൈലബിലിറ്റി അവരും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മനസ്സ് ഇങ്ങോട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. അത് തന്നെ വളരെ അഭിമാനകരമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ലൈവ് വഴിയായിട്ടാണ് ഈ ഷോയുടെ മെയിൻ പോകുന്നത്. കാര്യം സൂമിൽ നമ്മൾ അധികം ആളുകളെ, ആവശ്യമുള്ള ആളുകളെയും കുറച്ച് ആളുകളൊക്കെ നമ്മൾ കയറാൻ ബന്ധിക്കാറുള്ളൂ. അത് ഇൻഫർമേഷൻ അവൈലബിൾ ആണല്ലോ പിന്നീട്. അതുകൊണ്ട് ഫേസ്ബുക്ക് വഴി ലൈവ് വഴി കൂടുതൽ ആളുകൾ ഈ ഷോ കാണും. ഇത് എല്ലാവർക്കും ഗുണപ്പെടുന്ന ഒരു ഉപകാരപ്രദമായ ഒരു ഷോയാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിപ്പോകുന്നില്ല. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന്റെ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ സമാജത്തിന്റെ ഭാരവാഹി ശ്രീ സെന്നീപ്പനെ ആദരപൂർവ്വം ക്ഷണിച്ചു. മ്യൂട്ട് ആണേ. Unmute. Sorry. Yep. Good morning, Canada and North America, and good evening, rest of the world, and especially to our God's own country, Kerala. ബ്രാംഡൻ മലയാളി സമാജത്തിൻ്റെ 23ാമത്തെ ഡോക്ടർ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ പേര് സെന്നീപ്പൻ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ ഡോക്ടർ എലിസബത്തിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും പ്ലസ് ഗസ്റ്റ് ഓഫ് ദ വീക്ക് ശ്രീ ബിജു ജോർജിനെയും 23rd ഡോക്ടർ ലൈവ് പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബ്രാംഡൻ മലയാളി സമാജം or BMS is situated in Brampton in Ontario Province, Canada. Dr. Elizabeth is from Kandathil family, Vallamkulam, Tiruvalla. Her husband, Dr. George Jacob, is a rehabilitation specialist, and eldest daughter is an engineer. Second daughter is a pulmonologist doctor at SUT Hospital, Trivandrum. And her sister, Dr. Valsa, is a famous child psychiatrist in Sydney, Australia. This is a family full of doctors. MBBS-ൽ ഫസ്റ്റ് റാങ്കും മെഡിസിനിൽ ഗോൾഡ് മെഡൽ എന്നിവ കരസ്ഥമാക്കിയ ഡോക്ടർ എലിസബത്ത് has special training in nutrition, genetics, and diabetes. Across India, she has conducted public education, has anchored and participated in TV programs and radio programs with very important topics, and now at our famous Brampton Malayali Samajam. She has authored several books in India and international publications to her credit. Out of the 14 awards she won, to name a few, are the best doctor, the best teacher, the best research paper, and have won a lot of oration awards too. She was the Kerala State President of the Indian Academy of Pediatrics and National President of Nutrition Chapter, India. Professor Dr. Elizabeth was the former professor and HOD of Pediatrics and Superintendent at Government Medical College, Trivandrum, and now serving as the professor and HOD of Pediatrics at Sri Mookambika Institute of Medical Sciences, one of the fastest emerging medical teaching institutes in South India.
It is called SMIMS Kulashekaram, Kanyakumari district, Tamil Nadu. Elizabeth ഒരു ഡിവോഷണൽ സോങ്സ് കവയത്രിയും ഗായികയും കൂടിയാണ്. I studied with Elizabeth in school at the St. John's English Medium High School in Iruveri, Tiruvalla. Now let me read my friend's name with her full credentials. Professor Dr. Elizabeth K.E., PhD, MD, DCH, FIAP and FRCPCH, London. അയ്യോ, ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എല്ലാം തീർന്നു പോയി. Dear friends, on behalf of our President Sri Kurian Brakanam, Vice President Sri Uman Joseph, and for all other esteemed committee members of Brampton Malayali Samajam, let me present the one and only Professor Dr. Elizabeth from Thiruvananthapuram. Thank you. Thank you, Sennivan. അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥി ഇതിന്റെ പങ്കെടുക്കുന്നത് ഒട്ടവ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബിജു ജോർജ് ആണ്. ബിജു ജോർജിനെ പറ്റി പ്രത്യേക ആമുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു സകലകലാ വല്ലഭനാണ്. നമ്മുടെ 2 countries എന്നുൾപ്പെടെയുള്ള അതുൾപ്പെടെയുള്ള മൂവികളൊക്കെ ചെയ്ത് ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ള എല്ലാ മലയാളികളെയും ആനന്ദത്തിൽ ആറാടിച്ച് വളരെ വലിയൊരു കലാകാരനാണ് അദ്ദേഹം. അഭിനയിപ്പിച്ച് ദിലീപിനോട് അഭിനയിപ്പിക്കാൻ പിന്നിൽ നിന്ന് അഭിനയിപ്പിക്കുന്ന ആളാണ് ബിജു. അദ്ദേഹം ഇവിടുത്തെ ഒട്ടോവയിലെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷന്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷന്റെ പ്രമുഖ നേതാവാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മലയാളി സമൂഹത്തിലും കാര്യമായ രീതിയിൽ എല്ലാ ആവശ്യങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന നെടുനായകത്വം വഹിക്കുന്ന ഒരു പ്രിയങ്കരനായ നേതാവാണ് ബിജു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, പറയാൻ നാട്ടിൽ ഓമല്ലൂക്കാരനാണ്, എൻ്റെ നാടിൻ്റെ അയലോക്കമാണ്. അങ്ങനെ പല ബന്ധങ്ങളാണ് ബിജുവായിട്ടുള്ളത്. അപ്പം ബിജുവിനെ ഇന്നത്തെ മീറ്റിങ്ങിൽ വിശിഷ്ട അതിഥിയായിട്ട് ഞാൻ സംസാരിക്കാൻ ക്ഷണിച്ചോളും. Good morning. Good morning to all. കാനഡയുടെ തലസ്ഥാന നഗരിയായ ഓട്ടോവയിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേര് ബിജു ജോർജ്. ഇത് ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ 23ാമത് ഡോക്ടർ ലൈവ് പ്രോഗ്രാം ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ ഈ പ്രവർത്തനം വളരെ പ്രശംസാർഹമാണ്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന കുര്യൻ ബ്രക്കാനം പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമാണെന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. സ്വാർത്ഥതയില്ലാത്ത ഇത്തരം സാമൂഹിക പ്രവർത്തകരെ നമ്മുടെ മലയാളി സമൂഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ്. അദ്ദേഹത്തിന് എൻ്റെ പ്രത്യേക സ്നേഹ ആദരങ്ങൾ. ബ്രാംപ്ടൺ മലയാളി സമാജത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി അഭിനന്ദിക്കുന്നു. ശ്രീ കുര്യന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ബ്രാംപ്ടൺ ബോട്ട് റേസ് കനേഡിയൻ നാഷണൽ അറ്റൻഷൻ ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. റേസിസത്തിന് എതിരെയും മൾട്ടികൾച്ചറലിസത്തിനും വേണ്ടി ഇതൊരു വലിയ സംഭാവന തന്നെയാണ് ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന കേരളത്തിലെ പ്രീമിയർ മെഡിക്കൽ കോളേജായ ട്രിവാൻഡ്രത്ത് പ്രവർത്തിച്ചതായ ഡോക്ടർ എലിസബത്തിനോട് പ്രത്യേക കൃതജ്ഞത ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബ്രാംപ്ടൺ മലയാളി സമാജം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആരോഗ്യ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കാൻ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കണം. എനിക്ക് ആരോഗ്യരംഗത്തും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുര്യൻ പറഞ്ഞ പോലെ സിനിമാ രംഗത്ത് മാത്രമല്ല, അതുപോലെ കലാരംഗത്തും ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പല രംഗങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആരോഗ്യരംഗത്തും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാനഡയിലെ ആദ്യ ഓൺകോളജി എക്യുപ്മെന്റ് മാനുഫാക്ചറായ ബെസ്റ്റ് തെറാട്രോണിക്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആബട്ട് ലാബ്സിൽ മുമ്പ് പ്രവർത്തിച്ച പരിചയമുണ്ട്. എല്ലാവർക്കും എൻ്റെ നവവത്സരാശംസകളും അതുപോലെ തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു ബിജു, താങ്ക് യു. ഇത്രയും
ഒട്ടവായ ദൂരെ നല്ല തന്നെ ഒട്ടവായ വന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടറുടെ ഇന്നത്തെ പ്രഭാഷണമാണ്. അതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഈ സമാജത്തിന്റെ ക്ഷണം സ്വീകരിച്ച് വരികയും ഞങ്ങൾക്ക് വിലയേറിയ സമയം വന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയും ധാരാളം അറിവുകൾ ഇന്ന് പകർന്നു തരികയും ചെയ്യുന്ന വലിയ മനസ്സിന് 1000 നന്ദി സമാജത്തിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. ആദരവോടുകൂടി അവനെ ഇന്നത്തെ ക്ലാസ്സിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ബ്രാംപ്ടൺ മലയാളി സമാജത്തിലെ പ്രസിഡന്റ് മിസ്റ്റർ കുര്യൻ പ്രക്കാനം, അതിന്റെ ഭാരവാഹികൾ ഡോക്ടർ മിസ്റ്റർ സെന്നീപ്പൻ, എൻ്റെ ക്ലാസ്മേറ്റ് മിസ്റ്റർ സഞ്ജയ്, മിസ്റ്റർ ഉമ്മൻ ജോസഫ്, അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ മിസ്റ്റർ ബിജു ജോർജ്, ഇന്ന് വന്നിട്ടുള്ള മറ്റ് ഇൻവൈറ്റീസ്, മെമ്പേഴ്സ്, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത്രയും ഒരു മലയാളി കൂട്ടായ്മ ഇങ്ങനെ കാനഡയിൽ ഉണ്ടെന്ന് അറിഞ്ഞതിലും അതിന്റെ ആ ഓപ്പണിംഗ് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു ടൈഗർ, നമ്മുടെ ടൈഗർ വരുന്നു, ഒരു ഇന്ത്യൻ നോട്ട്, അത് കഴിഞ്ഞിട്ടൊരു മലയാളി നോട്ട് എല്ലാം വരുന്ന കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ വരാൻ സാധിച്ചത് എൻ്റെ ക്ലാസ്മേറ്റ് സെന്നീപ്പൻ ക്ഷണിച്ചത് കൊണ്ടാണ്. അതുപോലെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ റിലേറ്റീവ്സ് ആയാലും നാട്ടുകാര് വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരോടും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു താമസിക്കാതെ നമ്മുടെ സെഷനിലേക്ക് പോകാം. എന്നെ പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി. ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് നൗ. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്, ലൈക്ക് എ ബോയ് ഐ വാസ് പ്ലേയിങ് ഓൺ ദ സീഷോർ, finding a smoother pebble or a prettier shell than ordinary, while the great ocean of truth lay all undiscovered before me. എനിക്ക് പറയാനുള്ളത്, ഞാനും അത് തന്നെയാണ് ഏകദേശം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കളക്ട് ചെയ്ത കുറച്ച് പേബിൾസും ഷെൽസും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ഇത്രയും പ്രിട്ടിയർ ആൻഡ് സ്മൂത്തർ ഒന്നും അല്ല. എന്നാലും മെഡിസിൻ എന്ന് പറയുന്ന ആ വലിയ ഓഷ്യന്റെ തീരത്തു നിന്ന് പറക്കിയെടുത്ത ഏതാനും പേബിൾസും ഷെൽസും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാവർക്കും സന്തോഷകരമാണെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി സംസാരിക്കാം. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു മുൻ നിശ്ചയപ്രകാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴേ എനിക്ക് കൂടുതൽ കുട്ടികളുടെ ചൈൽഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ്, പീഡിയാട്രിക് ആൻഡ് അഡലസന്റ് ന്യൂട്രീഷൻ, അതുപോലെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനവും കിട്ടുന്നു എന്നുകൂടി പറയുന്നു. എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ സ്റ്റുഡൻസ്, അതുപോലെ എന്നെ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികൾ, അതായത് എൻ്റെ പേഷ്യൻസ്, അവരുടെ പേരൻസ്, എൻ്റെ ഫാമിലി, അതുപോലെ എൻ്റെ ഫ്രണ്ട്, എല്ലാവരോടുമുള്ള എൻ്റെ റെസ്പെക്റ്റും റിഗാർഡ്സും ആദ്യം അറിയിക്കുന്നു. I think you can identify my friend from here. He's very tall. He's tall in his character. He's very tall in his human love. And Mr. Sen is there. അതുപോലെ ഞങ്ങൾ ഒരുപാട് ദശാബ്ദങ്ങൾക്ക് ശേഷം തിരുവല്ലയിൽ ഒത്തുകൂടിയപ്പോൾ ഒരു പടമാണ്. ഇതിൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന 2 ടീച്ചേഴ്സ് ഉണ്ട്. KC മാത്യു സാറും മേരി ജോൺ ടീച്ചറും. 2 പേരും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു. അതുപോലെ അവരുടെ 2 പേരുടെ ബാക്കിൽ ലാസ്റ്റ് റോയിൽ നിൽക്കുന്ന ജോൺ മത്തായി എന്നൊരു ക്ലാസ്മേറ്റും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഈ പടം എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിക്കുമായിരുന്നു, നിമ്മി അന്ന് ഉണ്ടായിരുന്നു, സെന്നിന്റെ വൈഫ് നിമ്മി വന്നിരുന്നു. ഞങ്ങൾ വളരെ ഓണേർഡ് ആയിരുന്നു, ഇവരൊക്കെ ദൂരെ നിന്ന് ഞങ്ങളെ കാണാനായിട്ട് വന്നു എന്നുള്ളത്. എൻ്റെ ആൽമ മേറ്റർ മിസ്റ്റർ ബിജു ജോർജ് പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്. അവിടെ ഉണ്ടായിരുന്ന ലില്ലിക്കുട്ടി മാമും റോയ് വർഗീസ് സാറും മിസ്റ്റർ ബിജു ജോർജിന്റെ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു. എനിക്ക് അവരെ പറ്റി വളരെ നല്ല മെമ്മറീസും റെസ്പെക്റ്റും ആണുള്ളത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ ബ്ലോക്ക് ഉണ്ട്. അതിന്റെ പേര് ശ്രീ ഔട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്നാണ്.
അതിന്റെ മുന്നിൽ ഇതുപോലെ ഒരു അമ്മയും കുഞ്ഞും സ്റ്റാച്യു ഉണ്ട്. ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഗ്രീനറി ഉള്ള ഒരു സ്ഥലമായിരുന്നു, ഫ്രഷ് എയർ. ഇപ്പൊ അത് മുഴുവൻ കെട്ടിടങ്ങളാണ്. അതിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രീൻ ബിൽഡിംഗ് കാണുന്നത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞാൻ അവിടെ സൂപ്രണ്ടന്റ് ആയിരുന്ന സമയത്ത് അവിടെ ഒരു ന്യൂ ബ്ലോക്ക് വന്നു. അതുപോലെ ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബീസിനെയൊക്കെ അന്ന് അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തു. അന്ന് ഞങ്ങൾ ഒത്തിരി സന്തോഷമായിരുന്നു ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇനി I remember my visit to Canada in 2016. This was my team of doctors from Kerala. We came to ഞങ്ങൾ ടൊറന്റോയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വാൻകൂവറിലേക്ക് പോയി. അവിടെയായിരുന്നു ഞങ്ങളുടെ ഒരു കോൺഫറൻസ്. അത് 28ാമത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് പീഡിയാട്രിക്സ് ആയിരുന്നു. അവിടെ എനിക്കൊരു പേപ്പർ പ്രസന്റ് ചെയ്യാനും സാധിച്ചു. വളരെ എനിക്ക് പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് എന്നെ ആകർഷിച്ച ഒരു സ്ഥലമാണ് കാനഡ. സബ്സിക്വന്റ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇനിയും യങ്സ്റ്റേഴ്സ് ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഐ എം വെരി പോസിറ്റീവ് പേഴ്സൺ. അതുകൊണ്ട് അവർ പൊട്ടൻഷ്യൽ ഇസ് സ്കൈ ഹൈ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് ഫേവറബിൾ ആയാൽ നമുക്ക് നമ്മുടെ സ്കൈ ഹൈ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ജീൻസ്, അതായത് നമ്മുടെ ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും. നമ്മുടെ പേരൻസിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തത്. 95% ഓഫ് ദ ടൈം വി ആർ നോർമൽ. വളരെ നല്ല ജീൻസ് ആണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നല്ല ന്യൂട്രീഷൻ കിട്ടണം. നമ്മുടെ ആഹാരം വളരെ ഹോൾസമും ബാലൻസ്ഡും വളരെ ഹെൽത്തിയും ആയിരിക്കണം. അതുപോലെ നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും നല്ലതായാൽ. സോ ജീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്, ന്യൂട്രീഷൻ ഇസ് ദ മോട്ടാർ and environment is the architect that shape our destiny. ഞാൻ പരിപൂർണമായിട്ട് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ദൈവാനുഗ്രഹം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ ഡയറ്റീഷ്യൻസ് അസോസിയേഷന്റെ ഒരു നാഷണൽ വെബിനാർ ഓക്കെ മാത്യു എന്നുള്ള ആളൊന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളായിരുന്നു. എന്നോട് അവര് ചോദിച്ചു, വളരെ നാളുകളായിട്ട് ചൈൽഡ് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ദാറ്റ് യു ഹാവ് നോട്ടീസ്? ഞാൻ പറഞ്ഞു, നോർമൽ പിള്ളേരെ ഞാനിപ്പം കാണുന്നത് വളരെ കുറവാണ്. വളരെ മാൽന്യൂട്രീഷൻ ഉള്ള മെലിഞ്ഞ പിള്ളേരെ കാണും. കാരണം അവരൊക്കെ എന്നെ തിരക്കി വരും. കാരണം ഞാൻ അവർക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരുടെ അമ്മമാർക്കൊക്കെ അഡ്വൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവർ വരും. അതുപോലെ ഒബീസിറ്റി ഉള്ള പിള്ളേർ വരും. ആപ്പിൾ ഷേപ്പ്, പെയർ ഷേപ്പിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ കാണുന്നത്. ഈ അടുത്ത സമയത്തായിട്ട് അതിൻ്റെ അപ്പുറം അതുക്കും മേലെ എന്ന് പറയും ഞങ്ങൾ തമിഴ്നാട്ടിൽ. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തമിഴ് വാക്കുകളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അതുക്കും മേലെ ഒരെണ്ണമുണ്ട്, പില്ലോ ഷേപ്ഡ് ചിൽഡ്രൻ, യാതൊരു ഷേപ്പും ഇല്ലാത്ത പിള്ളേർ. അതിൻ്റെ കൂടെ ഞാൻ പൊതുവെ കാണുന്നത് പേരൻസിന് ഒരു കൺസേണും ഇല്ല. കുട്ടിക്ക് 30 കിലോ ആണ് വേണ്ടത്, പക്ഷെ ഓൾറെഡി 60 കിലോ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിനൊരു കൺസേൺ ഇല്ല. അവർ ചിലപ്പോൾ ചോദിക്കും, റിയലി അങ്ങനെ ചോദിക്കും. അതായത് അത് മനസ്സിലാക്കുന്നേ ഇല്ല. കുട്ടികൾ ഓവർ വെയിറ്റ് ആണ്, അവർക്ക് മുട്ടിന് തേയ്മാനം വരും, അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഞാൻ സെൻ പറഞ്ഞ പോലെ ഞങ്ങൾ 71 പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി, പിന്നെ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. മെഡിക്കൽ കോളേജിൽ 73 ജോയിൻ ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിൽ പോയിരുന്നു. അപ്പം കമ്മ്യൂണിറ്റി മെഡിസിനിലെ ജോസഫ് സാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ വന്നു. വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ 120 കുട്ടികൾ BSc കഴിഞ്ഞ് വന്നതും 60 കുട്ടികൾ പ്രീ ഡിഗ്രി കഴിഞ്ഞു വന്നു. 180 സ്റ്റുഡൻസ് ഉണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തി. ഞങ്ങൾ ആരും പറഞ്ഞത് സാറിന് സാറ്റിസ്ഫാക്ടറി ആയില്ല. അവസാനം സാറ് WHO ഡെഫിനിഷൻ പഠിപ്പിച്ചു തന്നു. വാട്ട് ഈസ് ഹെൽത്ത്? ഇറ്റ് ഈസ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസസ്. ഞങ്ങൾ പറഞ്ഞു രോഗമില്ലാത്ത അവസ്ഥയാണ്, ആരോഗ്യമുള്ള അവസ്ഥയാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ മനോഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ സാറ് ഒന്നും സമ്മതിച്ചില്ല. അവസാനം സാറ് ഞങ്ങൾക്ക് ആ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്. പിന്നെ സാറ് പറഞ്ഞു, ചിലർക്കൊക്കെ ഈ സ്പിരിച്വൽ വെൽബീയിങ് എന്ന് പറഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഒരു തേർഡ് ഡയമെൻഷൻ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചു.
അതുകൊണ്ട് ചിലർ അതിനെ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. അതൊരു ചെറിയൊരു സോങ് ആണ്. Peter and John went to pray. They met a lame man on the way. He asked for alms and lifted his hands, and this is what Peter did say. Silver and gold have I none, but such as I have give I thee. In the name of Jesus Christ of Nazareth, rise up and walk. He went walking and leaping and praising God, walking and leaping and praising God. അതായത് ലേം മാൻ സിക്ക് ആയിരുന്നു. ഹി ഡിഡ്ന്റ് ഹാവ് ഹെൽത്ത്, ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ വെൽബീയിങ് ഇല്ലായിരുന്നു. അതേ സമയത്ത് സൗഖ്യം കിട്ടിയപ്പം ആദ്യം എന്ത് ചെയ്തു? ഫിസിക്കൽ വെൽബീയിങ് വന്നു. ആരോഗ്യം കിട്ടിയപ്പം വടിയൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റു. നമ്മൾ ആരും നമുക്ക് ആകോങ്കി കിടക്കത്തില്ല, എഴുന്നേറ്റ് നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മെന്റൽ ഹെൽത്ത് വന്നപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. നമുക്ക് നല്ല സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഹി വെൻ വാക്കിംഗ്, ലീപ്പിംഗ്. ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയും, അല്ലെങ്കിൽ നമ്മൾ സഹജീവികളോട് അത് എന്തെങ്കിലും നന്മ പ്രവർത്തിക്കും. നമുക്ക് സോഷ്യൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ. സോ അതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇനിയും വാട്ട് ഈസ് മെഡിസിൻ? ഈ ട്രോഫി ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ പറ്റിയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. M stands for മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. നമ്മളുടെ ഏത് പ്രോഗ്രാമിലായാലും അമ്മയും കുഞ്ഞിനും പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ തലമുറയും അടുത്ത തലമുറയും നന്നായി വരത്തുള്ളൂ. സോ M stands for മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ഞാൻ മെഡിസിൻ ഒരു പുതിയ നിർവചനം കൊടുക്കുകയാണ്. ഇതില് പണ്ടൊക്കെ മദർ ക്രാഫ്റ്റ് എന്ന് പറയും, ഇപ്പൊ അതെല്ലാം പോയി പേരന്റിങ് എന്നാണ് പറയുന്നത്. അതായത് അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഇറ്റ് ഈസ് എ ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് എ പാരന്റൽ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് എ സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി. ബ്രസ്റ്റ് ഫീഡിങ് പ്രാക്ടീസസ്, അത് തന്നെ അമ്മ എന്തുമാത്രം നന്മയാണ് ഒരു കുഞ്ഞിന് മുലപ്പാലിലൂടെ കൊടുക്കുന്നതെന്ന് ഞാൻ ഒരുപാട് കാണുകയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇനിയും ഇപ്പം ഗർഭപാത്രത്തിലുള്ള ഈ ഗർഭസ്ഥ ശിശുവിന്റെ കയ്യിൽ കുറെ ഹാൻഡ് പ്രിന്റ്സ് ഇങ്ങനെ വരുന്നത് കാണാം. അതായത് യു ആർ വാട്ട് യു ഈറ്റ് എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഞാൻ പറയും യു ആർ വാട്ട് യുവർ മദർ ആൻഡ് ഈവൻ ഗ്രാൻഡ് മദർ ഏറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മളിപ്പം ഒരു അഡോളസെന്റ് ഗേളിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിന്റെ അടുത്ത തലമുറയിൽ വെയിറ്റ് നന്നായി വരും. പക്ഷെ 3 ജനറേഷൻ എടുക്കും അതിന്റെ ഫുൾ ഇഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ ഡയറ്റ്, അത് ഗ്രാൻഡ് മദറിന്റെ എക്സ്പീരിയൻസസ്, അവരുടെ സന്തോഷം, അവരുടെ സങ്കടം, അവർ എക്സ്പീരിയൻസ് ചെയ്തതെല്ലാം ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതിന്റെ പേരാണ് എപ്പിജെനറ്റിക്സ്. ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന അപ്പോൺ ദ ജീൻസ് ഒരു കാര്യമാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ 3 ജനറേഷൻ മുമ്പ് തുടങ്ങിയാലേ നമുക്കൊരു നല്ല തലമുറയെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ബർത്ത് വെയിറ്റ്, ഞാൻ എപ്പോഴും പറയും ഒരു കുഞ്ഞിന് കൊടുക്കാവുന്ന ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഇസ് ഒരു 3 കിലോഗ്രാം 3-3.5 കിലോഗ്രാം തൂക്കമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ പലപ്പോഴും പ്രോബ്ലംസ് എല്ലാം കുറവായിരിക്കും. അതേ സമയത്ത് തൂക്കം കുറഞ്ഞത്, മാസം തികയാത്തൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് ചിലപ്പം അതിന്റെ ഔട്ട്കമ്മും ചിലപ്പോൾ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് കുറഞ്ഞാലും നല്ലതല്ല, വെയിറ്റ് ഒരുപാട് കൂടിയാലും നല്ലതല്ല. ബർത്ത് വെയിറ്റിനെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ഒരു നേച്ചറിൽ നിന്ന് കിട്ടിയ ഒരെണ്ണമാണ്. ലുക്സ് ലൈക്ക് എ മദർ ആൻഡ് എ ഫീറ്റസ്. ആൻഡ് അമ്മ കൊടുക്കുന്ന ഒരുപാട് അമ്മയുടെ എക്സ്പീരിയൻസസ്, ന്യൂട്രീഷൻ മാത്രമല്ല എക്സ്പീരിയൻസസ് എല്ലാം അമ്മ കുഞ്ഞിനോട് ഷെയർ ചെയ്യാം. നമുക്കറിയാം അഭിമന്യുവിന്റെ സ്റ്റോറി. അഭിമന്യു ഹേർഡ് ഇൻട്രായൂട്രൈനായിട്ട് തന്നെയാണ് ഇതെല്ലാം പഠിച്ചതെന്നാണ് പറയുന്നത്. ഇനി ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഗോൾഡൻ 1000 ഡേയ്സ്, ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഗോൾഡൻ 1000 ഡേയ്സ് എന്ന് പറയുന്നത് ഡേ ഓഫ് കൺസെപ്ഷൻ ടു ദ സെക്കൻഡ് ബർത്ത്ഡേ. അതായത് 270 ഡേയ്സ്, 9 മന്ത്സ് ഇൻ യൂട്രോ. അത് കഴിഞ്ഞിട്ട് 365 × 2 730 ഡേയ്സ്. 2 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കിനുള്ള കുഞ്ഞിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഇമ്മ്യൂണിറ്റിയും എല്ലാമാണ് നമ്മുടെ ഫ്യൂച്ചറിനെ മുഴുവനായിട്ടും ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് ദിസ് ഇസ് എ ക്രിട്ടിക്കൽ വിൻഡോ പീരിയഡ്. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ
അതിന് ഫലം ഉണ്ടാവും. അതേസമയത്ത് പിന്നെ ചെയ്താൽ നമ്മൾ കതിരിൽ വളം വെക്കുന്നത് പോലെ ആയി പോകുമെന്ന് പറയും. നമ്മുടെ ബ്രെയിൻ ഗ്രോത്തിനെ പറ്റി പറഞ്ഞാലും നമ്മുടെ ബോഡി ഗ്രോത്ത് 2 വയസ്സാകുമ്പോഴത്തേക്കിന് നമ്മുടെ അഡൽട്ട് വെയിറ്റിന്റെ 20%, നമ്മുടെ ഹൈറ്റിന്റെ 50%, നമ്മുടെ ബ്രെയിൻ ഗ്രോത്തിന്റെ 75 to 80%, അതുപോലെ നമ്മളുടെ ഇമോഷൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ 2 ഇയേഴ്സിലാണ്. ഈ 2 ഇയേഴ്സ് വരെയുള്ള സമയത്ത് അമ്മയുടെ എംപവർമെന്റ്, അമ്മ കൊടുക്കുന്ന ന്യൂട്രീഷൻ എല്ലാമാണ് കുഞ്ഞിന്റെ ഏക സ്വത്തെന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും, ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പ്രീമിയം പോലെയാണ്. നമ്മളിങ്ങനെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതങ്ങ് മുടക്കിയാൽ പിന്നെ നമ്മൾ അതിന്റെ ബെനിഫിഷ്യറി അല്ലാതാവും. സോ ബ്രസ്റ്റ് മിൽക്ക് ഈസ് ലൈക്ക് ആൻ ഇൻഷുറൻസ്, ആൻഡ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് ടു യുവർ ബേബി വിൽ ബി ദ ബ്രസ്റ്റ് മിൽക്ക്. കാരണം അത് ഇങ്ങനെ നമ്മുടെ വായിലും വയറിലും എല്ലാം ഇമ്മ്യൂണിറ്റി നൽകും. അപ്പോഴത്തേക്കിന് രോഗപ്രതിരോധ ശേഷി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി മിൽക്ക് ഈസ് സ്പീഷീസ് സ്പെസിഫിക് ആൻഡ് ഇറ്റ് ഇസ് ബേബി സ്പെസിഫിക്. പ്രിമച്യൂർ ആയിട്ടുള്ള ബേബിക്ക് പ്രിമച്യൂർ ആയിട്ട് ഉള്ള ഡെലിവറി ചെയ്ത അമ്മയുടെ പാലും മെച്യൂർ ആയിട്ട് ഡെലിവറി ചെയ്ത അമ്മയുടെ പാലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. So breast milk is for body growth, it is for brain growth, it is for emotional development and immunity. അതുകൊണ്ട് തന്നെ ഈ 1000 ദിവസങ്ങളും ബ്രസ്റ്റ് മിൽക്ക് കൊണ്ട് കവർ ചെയ്യണം എന്നാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് 2 വയസ്സ് വരെ. ചില ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പം 10 മാസം കൊടുത്താൽ മതി, 1.5 വയസ്സായില്ലേ ഇനി നിർത്താം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. ദിസ് ഈസ് ദ സയന്റിഫിക് ട്രൂത്ത് ബിഹൈൻഡ് ദാറ്റ്. ഈ ഒരു കാർട്ടൂൺ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഒരമ്മ എന്തുമാത്രം സ്നേഹം, സൺഷൈൻ, അതുപോലെ ബ്രെയിൻ ഗ്രോത്ത് എന്തുമാത്രം നേരെ ഡയറക്റ്റ് ആയിട്ട് അമ്മ ബ്രെയിൻ ഗ്രോത്ത് ആണ് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിലൂടെ കൊടുക്കുന്നത്. ഇനി ചിലരൊക്കെ എന്നോട് വന്ന് പറയും, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 ട്വിൻസ് ബേബീസിനെയും കൊണ്ടുവന്നു. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ട്വിൻസ് ബേബീസ് ആണ്. അപ്പം പറഞ്ഞു കുഞ്ഞുങ്ങൾ 2 നിർത്താതെ കരയും. അപ്പൊ അവൾക്കൊരു ലിസ്റ്റ് ഉണ്ട്, അവൾ അതെല്ലാം ചെയ്യും. എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, അത് ഞാനും ചെയ്യും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കുഞ്ഞ് വിശന്നിട്ടാണോ കരയുന്നത്. അപ്പൊ ഞാൻ അവരെ ഈ പടം കാണിച്ചു കൊടുത്തു. അതായത് വിശന്നിട്ട് കരയുവാണെങ്കിൽ ഹങ്കർ ക്യൂസ് കാണും. ഹങ്കർ ക്യൂസ് എന്ന് പറഞ്ഞാല് ഏർലി ക്യൂ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വാ തുറക്കുന്നു, തല ടേൺ ചെയ്യുന്നു. പിന്നെ മിഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യും, കൈ വായിലോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടാണ് കരയുന്നത്. സോ ഈ ഓർഡറിലാണ് കരയുന്നെങ്കിൽ ഇറ്റ് ഇസ് ഹങ്കർ ക്യൂ. അല്ലാതെ കുഞ്ഞ് പെട്ടെന്ന് കരയുവാണെങ്കിൽ ചിലപ്പം തുണി നനഞ്ഞിട്ടാവാം, തണുത്തിട്ടാവാം, വേദനിച്ചിട്ടാവാം. സോ ഇതാണ് ഹങ്കർ ക്യൂസ്. ഇത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ദിസ് ഇസ് വെരി ഗുഡ് ഇൻഫർമേഷൻ ഫോർ അസ്. അതുപോലെ ചില അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ഇരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോലും അറിഞ്ഞുകൂടാ. ഇത് വളരെ ബുദ്ധിമുട്ടി പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ ഒരു ഡോണട്ട് പില്ലോ എടുത്ത് നമ്മുടെ വയറിന്റെ ചുറ്റും നമ്മളിങ്ങനെ വെച്ച് ഒരു സ്ട്രാപ്പും വെച്ചാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ വലിയൊരു ഡോണട്ട് പില്ലോ പ്രഗ്നൻസി തന്നെ കരുതിയാൽ നന്നായിരിക്കും. ഇനിയിപ്പം ഗ്രാൻഡ് പേരൻസ് ആവാൻ പോകുന്നവർക്കും ഈ അഡ്വൈസ് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എയർ കുഷൻ, ഡോണറ്റ് എയർ കുഷൻ ഇതുപോലത്തെ വാങ്ങിച്ചാൽ അവർക്ക് ഇരിക്കുമ്പോൾ അവർക്ക് വളരെ വേദനയില്ലാതെ ഇരിക്കാനായിട്ടും സാധിക്കും. ഇനിയും നമ്മൾ ആദ്യത്തെ ആ പോയിന്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് വിട്ടിട്ട് ഇ എന്നുള്ളൊരു പോയിന്റ് വാട്ട് ഐ ലേൺഡ് ഇസ് ദാറ്റ് ഇ ഈസ് എൻവയോൺമെന്റ് ഓർ നേച്ചർ. That is the interaction of all the living and non-living things, the climate, the weather, the natural resources. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാനഡയെ പറ്റി വളരെ അഭിമാനം തോന്നിയത്. ഇത്രയും നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ പുറകെ വരുന്നുണ്ടായിരുന്നു, നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു നോക്കാൻ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ പറഞ്ഞു യു മേ ബി പേയിങ് ഫോർ ഇറ്റ് ബട്ട് ദ റിസോഴ്സസ് ബിലോങ് ടു ദ നേഷൻ. അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്നൊക്കെ പറയുന്ന ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയില്, കേരളത്തില് പട്ടിണി പാവങ്ങൾ വിശന്ന് ഇരിക്കുമ്പോഴും എന്തുമാത്രം ഫുഡാണ് ആളുകൾ വേസ്റ്റ് ചെയ്യുന്നത്. ഐ ഫൗണ്ട് ദാറ്റ് എക്സ്ട്രീംലി നൈസ് പോയിന്റ്. സോ നേച്ചർ എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രീൻ ആണ്. കാനഡ, US എല്ലാം ഗ്രീൻ, വളരെ ഗ്രീൻ സോണിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ സബ് സഹാറൻ ആഫ്രിക്ക, അവിടെ എല്ലാം എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ് വളരെ മോശമാണ്. അതുപോലെ
എൻവയോൺമെന്റ് അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും വാഷ് എന്ന് പറയും. ഇതൊരു യൂണിസെഫിന്റെ പ്രോഗ്രാമാണ്. ദാറ്റ് ഈസ് സേഫ് വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഇതിന്റെ കാര്യം നോക്കുമ്പോഴും അൺസേഫ് വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഉള്ള രാജ്യങ്ങൾ നോക്കുമ്പോഴും ഇന്ത്യയും സബ് സഹാറൻ കൺട്രീസുമാണ് അവിടെ ആ കളേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ വാഷ് ഒരു സൊല്യൂഷൻ ആണ്. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം, സേഫ് എയർ, ഓക്സിജൻ. ഞാൻ ഈ കൊറോണ വരുന്നതിന് മുമ്പ് കുറച്ചാൾ മുമ്പേ എൻ്റെ ഒരു സിസ്റ്റർ ഇൻ ലോ ചൈനയിലുണ്ട്. അപ്പൊ അവർ പറയുമായിരുന്നു അവിടെ മനുഷ്യർ കാരണം അവിടെ ഓക്സിജൻ വളരെ കുറവാണ്. ഇപ്പം എൽഡർലി ആളുകൾക്കൊക്കെ അവര് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ വന്നത്. ഇപ്പം നമുക്കറിയാം പലരും വീടുകളിൽ പോലും ഓക്സിജൻ സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ് കഴിയുന്നത്. അതുപോലെ സേഫ് വാട്ടർ, ഓസോൺ ലെയർ, എൻവയോൺമെന്റ് ഹെൽത്ത്, പേഴ്സണൽ ഹൈജീൻ, ഇപ്പോഴും പ്രൊവിഷൻ ഓഫ് ലാട്രിൻ, സേഫ് ഡിസ്പോസൽ ഓഫ് സ്റ്റൂൾ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഉണ്ട്. ഫുഡ് സേഫ്റ്റി വളരെ മോശമാണ് നമ്മുടെ സ്ഥലത്ത്. ഇതെല്ലാമാണ് നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നേച്ചർ, നമ്മുടെ നേച്ചറിനെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു എക്സിസ്റ്റൻസ് വരാൻ പറ്റത്തുള്ളൂ. So I move to the third point, that is diet during illness and wellness. എൻ്റെ ഒത്തിരി പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എൻ്റെ PhD-യും ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിലായിരുന്നു. സോ വൈ ഡു വി നീഡ് ഫുഡ്? ഞാൻ അഡോളസെന്റ് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയും ഇറ്റ് ഇസ് ഫോർ 3 Gs. ടു ഗോ മീൻസ് ടു ബി ആക്റ്റീവ്. ടു ഗ്രോ, വളരണമെങ്കിൽ ന്യൂട്രീഷൻ വേണം. ടു ഗ്ലോ, നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല തിളങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ന്യൂട്രീഷൻ വേണം. നല്ല വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ നന്നായിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല ഗ്ലോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പലരും എന്നോട് വന്ന് പറയും എൻ്റെ കുട്ടി വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കും സ്കൂളിൽ ഈ വെജിറ്റബിൾസിനെ പറ്റിയൊക്കെ പഠിപ്പിച്ച് മാർക്ക് കിട്ടാനാണോ അതോ ജീവിതത്തെ പ്രാക്ടിക്കബിൾ ആക്കാനാണോ എന്ന് ചോദിക്കും. ഇത് ഞങ്ങളുടെ ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്മിംസിൽ അവരുടെ ഗ്രാൻഡ് ചൈൽഡ് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ അവർ ത്രയംബിക വിദ്യാമന്ദിർ എന്ന് പറഞ്ഞൊരു സ്കൂളും തുടങ്ങി. അവിടെ ഒരു വെജിറ്റബിൾ ഡേക്ക് അവരെന്നെ വിളിച്ചിരുന്നു. ഈ കുട്ടികളെല്ലാം വെജിറ്റബിൾസുമായിട്ട് ഇടപഴകുന്നു, അവരതെല്ലാം കഴിക്കുന്നു. ഐ വാസ് വെരി ഹാപ്പി സീയിങ് ദാറ്റ്. സോ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ, വളരെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്താൽ അവരത് മിക്കവാറും അതിന് അനുസരിക്കാൻ സാധ്യതയുണ്ട്. ദേ മേ നോട്ട് ലിസൺ ടു യു ബട്ട് ദേ വിൽ കോപ്പി യു. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അവർ നമ്മളെ കോപ്പി ചെയ്യും. ഇനിയും ഒരു ചെറിയ കുട്ടികളുടെ ന്യൂട്രീഷൻ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 6 months ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാലും ബ്രസ്റ്റ് ഫീഡിങ് നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം. 2 years വരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. കാരണം അതാണ് മാക്സിമം ബ്രെയിൻ ഗ്രോത്തിന്റെയും ഇമോഷണൽ ഡെവലപ്മെന്റിന്റെയും സമയം. ഇപ്പൊ 6 months ഒക്കെ ആകുമ്പോഴത്തേക്കിന് കുഞ്ഞിനൊരു സോളിഡ് തിന്നാനായിട്ടൊരു പരിശീലനം കൊടുക്കണം. അപ്പം ലിക്വിഡ് കുടിക്കണമെങ്കിൽ അവർ നാക്ക് മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും അവരിങ്ങനെ കുടിക്കുന്നത്. പക്ഷെ കഴിക്കണമെങ്കിൽ, സോളിഡ് കഴിക്കണമെങ്കിൽ നാക്ക് പുറകോട്ട് എടുക്കണം. ടങ് ത്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് പോകണം. അപ്പൊ നമ്മൾ ഒരു സെമി സോളിഡ് തുടങ്ങണം. കുറുക്ക് അതൊരു കുപ്പിക്കകത്ത് ഒരു റാഗിയോ അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടിയോ ഒക്കെ കുപ്പിക്കകത്ത് അടച്ചു കൊടുത്താൽ പിന്നെ ലിക്വിഡിലോട്ട് പോകുന്നതേ ഉള്ളൂ. അതുപോലെ ഈ പീരിയഡ് ഈ സെമി സോളിഡ്സ് കൊടുക്കുന്നത് അതിന്റെ പേരാണ് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്നുള്ളത്. അത് ശരിയായില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള സാധ്യതയാണ്. 1 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ അവരെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ഫാമിലി പോട്ട് ഫീഡിങ്ങിലേക്ക് ആക്കണം. അതായത് ഫാമിലിയിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കുമോ അതെല്ലാം അവർക്ക് കൊടുക്കണം. ഒരു 6 to 8 months നമ്മൾ പൊതുവെ പറയും ഒരു വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ, സീരിയൽസ്, പൾസസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ഒക്കെ പഠിപ്പിക്കാം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ പഠിപ്പിക്കാം. 8 to 10 months ആകുമ്പോഴത്തേക്കിന് അവർക്ക് ടേസ്റ്റ് ബഡ്സ് വരും. അപ്പോഴത്തേക്കിന് അവരെ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ പഠിപ്പിക്കാവുന്ന ബെസ്റ്റ് ടൈമാണ്. ദെൻ 10 months to 12 months അവർക്ക് ഇങ്ങനെ പിൻസർ ഗ്രാസ് എന്ന് പറയും, അതായത് തമ്പും ഇൻഡെക്സ് ഫിംഗറും വെച്ച് നുള്ളി എടുക്കാൻ അറിയാം. അപ്പൊ ഇങ്ങനെ നുള്ളി എടുക്കാവുന്ന ഫുഡൊക്കെ നമുക്ക് അവരെ പരിചയപ്പെടുത്താം. 1 വയസ്സാകുമ്പോഴത്തേക്കിന് അവർ ഫാമിലിയിൽ എല്ലാവരും കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാനായിട്ട് പ്രാപ്തരാക്കി എടുക്കണം. അത് ഒരു മീഡിയ ഫ്രീ സോൺ ആയിരിക്കണം, മീഡിയ ഫ്രീ ടൈം ആയിരിക്കണം. ദേ ഷുഡ് ഹാവ് എ കംഫർട്ടബിൾ സീറ്റിംഗ്. പലർക്കും അത് TV കാണിച്ചുകൊണ്ടേ കൊടുക്കത്തുള്ളൂ. അതെല്ലാം നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നതാണ്. ദേ നെവർ ന്യൂ ദാറ്റ് ദേ ക്യാൻ വാച്ച് TV ആൻഡ് ഈറ്റ് ഫുഡ്. നമ്മളാണ് അവരെ പഠിപ്പിച്ചത്. അതുപോലെ ആ കുറുക്ക് വളരെ തിക്കായിരിക്കണം, ഇങ്ങനെ സ്പൂണിൽ നിന്ന് ഒഴുകി പോകുന്ന കുറുക്കായിരിക്കരുത്. കാരണം ഈ ടങ് ത്രസ്റ്റ് പോയിട്ട് കഴിക്കാനായിട്ട് പഠിപ്പിക്കാനുള്ളതാണ്.
ഒരു 30 ml per kilogram ആണ്. ഇപ്പൊ 10 കിലോ ഉള്ള ഒരു കുട്ടിക്ക് 300 മില്ലി ആയിരിക്കും അവന്റെ വയറിന്റെ കപ്പാസിറ്റി. പക്ഷെ 300 മില്ലി നമുക്ക് കുടിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഡൈജസ്റ്റീവ് ജ്യൂസ് വേണം, കുറച്ച് എയർ ഒക്കെ അവർ വലിച്ചകത്ത് കയറ്റും, ഫുഡിനെ അവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് കറക്കി അടിക്കാനൊക്കെ ഉള്ള സ്ഥലം വേണം. അതുകൊണ്ട് ഒരു 20 ml per kg, അതായത് 200 മില്ലി ആയിരിക്കും ഒരു 10 കിലോ ഉള്ള കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനകത്ത് നല്ല എനർജി ഡെൻസ് ആയിട്ട് അവർക്ക് കൊടുക്കണം. പിന്നെ ഒരു റെയിൻബോ ഡയറ്റ് ആണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതാണ് ജോർ പാർട്ട് ഓഫ് ഇറ്റ്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, GYOR 4 കളേഴ്സ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. അതായിരിക്കണം നമ്മുടെ 50% ഓഫ് യുവർ ഡയറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1/4 ഓഫ് യുവർ ഡയറ്റ് ബ്രൗൺ കളറിലുള്ള ഗ്രെയിൻസ് ആയിരിക്കണം, മൾട്ടി ഗ്രെയിൻസ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ. മൈദ, വൈറ്റ് റൈസിനെക്കാട്ടിലും പാർബോയിൽഡ് റൈസ് ഒക്കെയാണ് ബെറ്റർ ആയിട്ടുള്ളത്. 1/4 ഇസ് പേർപ്പിൾ കളർ, ദാറ്റ് ഇസ് പ്രോട്ടീൻ. എന്താണ് നമ്മുടെ പ്രോട്ടീൻ സോഴ്സ്? പൾസസ് ആണോ, അതോ എഗ് വൈറ്റ് ആണോ, മീറ്റ് ആണോ, അങ്ങനെ നമ്മൾ ആലോചിക്കണം. അതുപോലെ ലാസ്റ്റില് വൈറ്റ് കളർ, കുറച്ച് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, കാൽസ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണം. സോ GYOR, green, yellow, orange, red, vegetables and fruits, then brown color, then purple color, then white color. So നമ്മൾ ഒരു റെയിൻബോ ഡയറ്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ടോഡ്ലേഴ്സ് 1 to 3 years ഒക്കെ ഉള്ള പിള്ളേർക്ക് 5 ഫുഡ് ഗ്രൂപ്പ്സ് 5 times 5 colors in rotation ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്താൽ നമ്മുടെ ഇറ്റ് ഈസ് ബ്രെയിൻസ് ഫുഡ്, ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് താമസിക്കും. നമുക്ക് കോമ്പറ്റീഷനിലൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന അത്രയും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്താൽ ഒബിസിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ല, അപ്പൊ ഞാൻ കുറേ സ്നാക്സ് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കുറേ വലിച്ചു കഴിക്കും. എന്തിനാണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുള്ള എക്സ്ക്യൂസിൽ. അതേസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് നമുക്ക് വളരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ചിലരൊക്കെ പറയും എൻ്റെ കുട്ടി വളരെ പിക്കി ഈറ്റിംഗ് ആണ്, ചിപ്സ് മാത്രമേ കഴിക്കൂ, അല്ലെ ബിസ്ക്കറ്റ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ, ഒന്നും കഴിക്കത്തില്ല എന്ന് പറയും. അപ്പൊ ഇതിന്റെയൊക്കെ റീസൺസ് എന്താണെന്ന് നോക്കിയാൽ നോൺ റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയും. അതെന്താ? ഇതാണ്, കുഞ്ഞിനെ തന്നെ ഏൽപ്പിച്ചു, ഇന്റലിജൻസ് ടൈപ്പ്, കുട്ടി തന്നെയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, തലയിൽ കൂടെ വാരിയിട്ട് അവിടെ എല്ലാം വേസ്റ്റ് ആക്കിയിട്ട് പോകും. ഓർ വേറൊരു ടൈപ്പ് ഓഫ് ഫീഡിങ് വരുന്ന അൺഇൻവോൾവ് ടൈപ്പ് ഓഫ് ഫീഡിങ്, ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, കുഞ്ഞിന്റെ കയ്യിൽ ഒരു കുപ്പി കൊടുത്തേക്കും. ഇപ്പൊ എല്ലാവരുടെയും ബിസി ആയതുകൊണ്ട് ഇങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അല്ലെങ്കിൽ തേർഡ് വെറൈറ്റി, വളരെ പ്രഷറൈസ് ചെയ്ത് കഴിപ്പിക്കും. ഈ മൂന്നും ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു ഹെൽത്തി റെസ്പോൺസീവ് ഈറ്റിംഗിലേക്ക് വരത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവരെ ഒരു ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അവർക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സെർവ് ചെയ്യുക, കുറച്ച് അവരൊരു സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ നമ്മളുടെ കയ്യിലും ആ ഫുഡ് വേണം. അവര് അത്രയും പെട്ടെന്ന് കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്പൂണിൽ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കണം, നഴ്സറി റൈംസ് പാടി കൊടുക്കുക, അങ്ങനെയൊക്കെ വേണം അവരെ ഫുഡ് കഴിപ്പിക്കാനായിട്ട്. ഇനിയും പല കുട്ടികൾക്കും കോൺസ്റ്റിപ്പേഷൻ ആണ്, മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരച്ചില്ല, 2-3 ദിവസം ആകണം, ഇരിക്കത്തില്ല, ബുദ്ധിമുട്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഫൈബറിന്റെ കുറവ് വരുന്നതുകൊണ്ടാണ്. ഏജ് +5, 3 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 8 gram ഫൈബർ ചെല്ലണം. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ വെയിറ്റിന്റെ പകുതി, ഇപ്പൊ 60 കിലോ ഉണ്ടെങ്കിൽ 30 gram ഫൈബർ ചെല്ലണം. എത്ര ഫൈബർ നമ്മുടെ ഫുഡിൽ ഉണ്ടെന്നുള്ളതിനെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. 2 കൊച്ചു ഫ്രൂട്ട് കഴിച്ചാൽ 4 gram ഫൈബർ കിട്ടും, വലിയൊരു ഫ്രൂട്ട് കഴിച്ചാൽ 4 gram ഫൈബർ കിട്ടും. ഒരു ട്യൂബർ കഴിച്ചാൽ, അതായത് ഒരു ക്യാരറ്റ് കഴിച്ചാൽ 4 gram കിട്ടും. കുറെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ചാൽ 4 gram കിട്ടും. അപ്പൊ ഇത്രയും നമ്മൾ പല പ്രാവശ്യം കഴിച്ചാൽ തന്നെ നമുക്ക് 16 gram കിട്ടിക്കഴിയും. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തില് കേരളത്തിലൊക്കെ പിള്ളേര് വെള്ളം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് വെള്ളം തിരിച്ചു കൊണ്ടുവരും, വെള്ളം കുടിക്കത്തില്ല. അപ്പൊ അവിടെയൊക്കെ പല സ്കൂളിലും വാട്ടർ ഡ്രിങ്കിങ് ബെല്ലുണ്ട്. 11 മണിക്ക് ഒരു ബെല്ലടിക്കും, അപ്പൊ പകുതി വാട്ടർ ബോട്ടിൽ കുടിക്കണം. 2 മണിക്ക് അടുത്ത ബെല്ലടിക്കും, അപ്പോഴത്തേക്കിന് ഫുൾ കുടിക്കണം. ദ ജോയ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. പെൺകുട്ടികൾക്കൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡൾട്ട്സിനെ സംബന്ധിച്ചാണെങ്കിൽ യുവർ വെയിറ്റ് ഇൻറ്റു 40, അതായത് 50 കിലോ ഉണ്ടെങ്കിൽ 2000, 2 ലിറ്റർ ആണ് കുടിക്കേണ്ടത്. ഇപ്പൊ പിള്ളേരൊക്കെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയാം, അവരുടെ വെള്ളം മെഷർ ചെയ്ത ഒരു ജഗ്ഗിൽ അവർക്ക് കൊടുക്കണം. അതിൽ നിന്ന്
കുടിച്ചിട്ട് ആ ജഗ് എനിക്ക് തിരിച്ചു കൊണ്ടുതരണം. അന്ന് അമ്മമാര് തന്നെ വെക്കണം. കാരണം വാട്ടർ ഡ്രിങ്കിങ് ബെല്ലടിക്കാൻ അവിടെ പ്യൂണൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ഫുഡ് വാങ്ങിച്ചാലും അതിന്റെ ലേബൽ വായിച്ചു നോക്കണം. ചിലരൊക്കെ ചില ലേബലിലൊക്കെ അവര് ചിലതൊക്കെ മറിച്ചു വെക്കും. ഇപ്പൊ അജിനോമോട്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അവര് പക്ഷെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നായിരിക്കും എഴുതുന്നത്. ചിലപ്പോൾ അവർ അതിൻ്റെ ഒരു നമ്പർ ആയിരിക്കും എഴുതുന്നത്, 0049 എന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. പക്ഷെ UK ഒരു പുതിയ ലോ ഉണ്ട്, നട്ടാഷ ലോ എന്ന് പറയും. ഒന്നും മറിച്ചു വെക്കാൻ പറ്റത്തില്ല. മിസ് ബ്രാൻഡ് ചെയ്താൽ കേരളത്തിലും ഇന്ത്യയിലും ആ ലോ ഉണ്ട്. 3 ലക്ഷം രൂപയാണ് ഫൈൻ. മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സ് 10 lakhs rupees അത് ഇത് ഫൈൻ അടിക്കാവുന്നതാണ്. സോ ലേബൽസ് നോക്കണം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ലേബൽ നമുക്ക് നോക്കാം. ഒരു സെർവിങ്ങില് 250 കാലറീസ് ഉണ്ട്. അതിന്റെ 110 കാലറി, അതായത് അതിന്റെ പകുതി വരുന്ന ഫാറ്റിൽ നിന്ന്. നമുക്ക് അത്രയും വേണ്ട. 50% ഓഫ് എനർജി ഫാറ്റിൽ നിന്ന് വരണ്ട. 50% കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് വരേണ്ടത്. പിന്നെ ഒരു 30% ഫാറ്റിൽ നിന്നും ഒരു 20% പ്രോട്ടീനിൽ നിന്നുമാണ് വേണ്ടത്. പിന്നെ അങ്ങോട്ട് താഴോട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ഫാറ്റ് എല്ലാം കൂടെ ഒരു 18% ഉണ്ട്. 20% അടുത്തുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ഫാറ്റ്. അതുപോലെ ഡയറ്ററി ഫൈബർ ഇസ് 0. അങ്ങനെ നമുക്ക് ഓരോന്നും ലേബൽ വായിച്ചു നോക്കാം. സോഡിയം 470, ഒരു 140 മില്ലിഗ്രാം ഒക്കെ ഒരു സെർവിങ്ങിൽ നമുക്ക് സോഡിയം മതി. സോ ദിസ് ഇസ് ഹൈ ഇൻ സോൾട്ട്, ഹൈ ഇൻ ഫാറ്റ് ആണ് ഈ പ്രോഡക്റ്റ്. സോ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഹൈ ഷുഗർ, ഹൈ ഫാറ്റ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ന്യൂട്രിയന്റെ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഒന്നുകിൽ നമുക്ക് ഫാറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കിട്ടും. പക്ഷെ നമ്മളൊരു ലോ എനർജി ഹൈ ന്യൂട്രിയൻ ഫാറ്റ് ഒരു ഐറ്റം കഴിച്ചാൽ നമുക്ക് അതിൽ നിന്ന് എല്ലാം കിട്ടണം, പലതും കിട്ടണം. അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്യണം. ഇതിന്റെ പേരാണ് ട്രാഫിക് സിഗ്നൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഗോ ഫ്രം ദി ഹൈ എനർജി ലോ ന്യൂട്രിയൻ ടു എ ലോ എനർജി ഹൈ ന്യൂട്രിയൻ ഡയറ്റ്. അത് നമുക്ക് ലേബൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ കുറെ ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കും. ഫ്രൂട്ടിക്കകത്ത് 73 ഗ്രാം ഷുഗർ ഉണ്ട്. നമുക്കൊരു ദിവസം പിന്നെ 3-4 സ്പൂണേ WHO പറഞ്ഞിട്ടുള്ളൂ. ലസ്സിക്കകത്ത് പോലും 30 ഗ്രാം ഷുഗർ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാമെന്ന് തോന്നുന്നു. അതുപോലെ സോളിഡ് ആയിട്ടിരിക്കുന്ന ഫാറ്റ്, അറ്റ് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കുന്ന ഫാറ്റ് ഈസ് ട്രാൻസ് ഫാറ്റ്. അത് നല്ലതല്ല. ഫ്രോസൺ ഡെസേർട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഐസ്ക്രീം ഇസ് മിൽക്ക് ബേസ്ഡ്, സോ ഐ വിൽ സേ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ എ ഫ്രോസൺ ഡെസേർട്ട്. ഇപ്പൊ ഡാൽഡ, വനസ്പതി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സോളിഡ് ഫാറ്റ് ആണ്, അത് ട്രാൻസ് ഫാറ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു ദിവസം ഇപ്പൊ 2000 കാലറി മാത്രം മതി. പക്ഷെ നമ്മൾ ഒരു മക്ഡൊണാൾഡ്സ് കഴിക്കുമ്പോഴത്തേക്കിന് 1265 കാലറി കിട്ടിക്കഴിഞ്ഞു. നമ്മളതൊരു സ്നാക്ക് പോലെയാണ് കഴിക്കുന്നത്. സോ മേ ബി വി ആർ ഓവർ ഫെഡ് ഓർ ഒത്തിരി എനർജി എക്സസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ 100 കാലറീസ് ഫ്രം 100 ഗ്രാം, അതാണ് നമ്മുടെ പഴയ പുട്ടും പയറും ഒക്കെ തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം 100 ഗ്രാംസിൽ 600 കാലറി കിട്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചാല്. അതേസമയത്ത് ആ ഡബിൾ ബർഗറും ആ ഡബിൾ ഡക്കറൊക്കെ വാങ്ങിച്ചാല് ചിലപ്പോൾ 1200 കാലറീസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവർ എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പോകുന്നത്. അത് ഇൻസുലിനോജനിക് ആണ്. ഇൻസുലിൻ ഒരുപാട് ഉണ്ടാക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പാൻക്രിയാസ് ഫെയിൽ ചെയ്യും. അപ്പോഴത്തേക്കിനും നമ്മൾ ഡയബറ്റീസിനും അടിമപ്പെടും. ഞങ്ങള് സ്കൂളിൽ അവിടെ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ടില് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു സ്കൂൾ പ്രോഗ്രാമിന് പോയി. ഹെൽത്തി ഡയറ്റ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടാക്കുക, കൂടുതൽ സ്നേക്ക് ഉണ്ടാക്കണം, ഇതൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. ലാഡേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഹെൽത്തി ഡയറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കളികളിലൂടെ നമുക്ക് പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ദെൻ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത് WHO പറയുന്നത്, ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രേവിംഗ് ഫോർ അയൺ, അയഡിൻ, സിങ്ക്, വൈറ്റമിൻ ഡി. ഇപ്പൊ നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പം ഇതൊക്കെ കുറവാണ്. അതാണ് മൈക്രോ ന്യൂട്രിയൻ മാൽന്യൂട്രിഷൻ എന്ന് പറയുന്നത്. ഞാനൊരു സ്കൂൾ പ്രോഗ്രാമിന് ക്ലാസ് എടുക്കാൻ പോയപ്പം എൻ്റെ ഗ്രാൻഡ്സൺ, ഹീസ് നൗ 12 year old, അപ്പം ജോണിനോട് ഞാൻ പറഞ്ഞു, യു ഡ്രോ സംതിങ്. അവന് ഇതുപോലത്തെ ഈ കാർട്ടൂൺസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഹി ഹിംസെൽഫ് മെയ്ഡ് ദിസ്. അതായത് ബണ്ണി വാസ് പ്ലേയിങ് വിത്ത് ദിസ് ഹീറോ. അവർക്ക് ഓരോ സൂപ്പർ ഹീറോസ് ഒക്കെ ഉണ്ട്, അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഇരുട്ടായപ്പം ബണ്ണിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ബണ്ണി ഫീൽഡിൽ പോയിട്ട് കുറച്ച് ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് വാ. ദെൻ ബണ്ണി സ്റ്റാർട്ടഡ് ക്രൈ, ഐ ഹാവ് നൈറ്റ് ബ്ലൈൻഡ്നെസ്.
വൈ നൈറ്റ് ബ്ലൈൻഡ്നെസ്? വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണ് ഈ ബണ്ണി. അപ്പൊ എന്ത് ചെയ്തു, ഈ അവന്റെ ഹീറോ പോയിട്ട് കുറച്ച് ക്യാരറ്റ്സ് കൊടുത്തപ്പോഴത്തേക്കിന് അവന് കണ്ണെല്ലാം തുറന്നു. സോ ഐ ആം ക്യൂർഡ്. വാട്ട് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? അതായത് പെട്ടെന്ന് ഇപ്പൊ കറണ്ട് പോയെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഒന്നും കാണത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഡാർക്ക് അഡാപ്റ്റേഷൻ വരും. നമുക്കെല്ലാം കാണാം. നമുക്ക് ഡോർ അടയ്ക്കാൻ പോവാം, നമുക്ക് ക്യാൻഡിൽ ഫെച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുത്തോട്ട് ഓടി വരും. പക്ഷെ ചിലപ്പോൾ ചില അമ്മമാർ പറയും, യോ പണ്ടൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് കരയും, എനിക്ക് അവനെ പോയി പിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കുഞ്ഞ് ഇങ്ങോട്ട് ഓടി വരത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ദാറ്റ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. പിന്നെ ഇത് ഞങ്ങളൊരു അയണിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തു. വൈ ഡു യു റൺ ആഫ്റ്റർ ഗോൾഡ് വെൻ ഇറ്റ്സ് അയൺ ദാറ്റ് റൺസ് ഇൻ യുവർ വെയിൻ, ഇറ്റ്സ് അയൺ ദാറ്റ് മേക്സ് യു ഷൈൻ. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ അയൺ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തു. പിന്നെ അടുത്തത് നമുക്കൊക്കെ കുറവ് വരുന്ന ഒരെണ്ണമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഒരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസ് ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സൺഷൈൻ വൈറ്റമിൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ്. നമുക്ക് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും UV ലൈറ്റിൽ നിന്ന്. രാവിലെ വരുന്ന UV ലൈറ്റ് UVA ആണ്. അത് ഈ ഫോട്ടോതെറപ്പി ചിലപ്പോൾ മഞ്ഞ നിറമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണിക്കാൻ പറയും. UVC എന്ന് പറയുന്നത് എനി ടൈം വരും. അതാണ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. UVB ആണ് ആഫ്റ്റർനൂൺ. ദാറ്റ് ഈസ് ഈ സെനിത്ത് ആംഗിൾ ഏറ്റവും മിനിമം ഉള്ളപ്പോൾ, അതായത് സൺ നമ്മുടെ ഉച്ചയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമ്മൾ ആരും ആ സമയത്ത് വെളിയിൽ ഇറങ്ങാൻ പോകുന്നില്ല. സോ വി വിൽ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ടാബ്ലറ്റ്സ്. ഈ ലാസ്റ്റ് കോളം, ഈ ടോളറബിൾ അപ്പർ ലിമിറ്റ്സിന്റെ ലാസ്റ്റ് കോളം നോക്കിയാൽ കാണാം വൈറ്റമിൻ ഡി. അതായത് ഒരു അഡൽട്ടിന് 4000 യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ടോളറബിൾ അപ്പർ ലിമിറ്റ്. അപ്പൊ 30 ദിവസത്തേക്ക് 60Kയുടെ ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. 2 എണ്ണം കഴിക്കാം. മാസത്തിൽ 2 വൈറ്റമിൻ ഡി കഴിച്ചാൽ മതി. കുട്ടികളൊക്കെ മാസത്തിൽ 1 എണ്ണം കഴിച്ചാൽ മതി. എല്ലാ ആഴ്ചയും തുടർന്ന് കഴിച്ചാൽ ചിലപ്പം ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ അമ്മമാരെല്ലാം കിണറ്റിൻകരയിൽ ഒക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ധാരാളം വെയിൽ കിട്ടുമായിരുന്നു. ഇപ്പൊ ആർക്കും വെയിൽ കിട്ടുന്നില്ല. സോ ഞാനിപ്പം മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിനെ പറ്റി പറഞ്ഞു, നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കേണ്ട പറഞ്ഞു, ഡയറ്റിനെ പറ്റി പറഞ്ഞു. അടുത്തത് ഇൻഫെക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇപ്പം കേരളത്തിൽ എവിടെ പോയാലും SMS എഴുതി വെച്ചേക്കും. S stands for soap and sanitizer, M for mask, S for social distancing. കോവിഡ് വന്നപ്പോഴത്തേക്കിന് നമ്മൾ പറയും സാധാരണ എങ്ങനെയാണ് ഈ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്? പേഴ്സൺ ടു പേഴ്സൺ ഓർ ആനിമൽ ടു പേഴ്സൺ, അങ്ങനെയാണ് കൂടുതലും സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫുഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യാം, ഫിംഗേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യാം, മലത്തിൽ കൂടെ സ്പ്രെഡ് ചെയ്യാം, നമ്മുടെ പാത്രങ്ങളിൽ കൂടെ സ്പ്രെഡ് ചെയ്യാം, ഫ്ലൈസ് വഴി, പെസ്റ്റ് വഴി സ്പ്രെഡ് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ് കോവിഡ്, TB, ഇൻഫ്ലുവൻസ ഒക്കെ. അതേസമയത്ത് കണ്ടാമിനേറ്റഡ് ഐറ്റംസ് വഴിയാണ് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് B, HIV ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ചിലതൊക്കെ ഇൻസെക്ട് ബൈറ്റിൽ കൂടെ വരുന്നു, മോസ്കിറ്റോ ബൈറ്റ്, മലേറിയ, എയർബോൺ ഡിസീസ് എയറിൽ കൂടെ വരും, മീസിൽസും ട്യൂബർക്ലോസിസും ഒക്കെ മദർ ടു ചൈൽഡ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരും. അത് HIV, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെയാണ്. ഇനിയും ആദ്യത്തെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ലോങ് ടൈം ബാക്ക് രാമായണ കഥയില് ലക്ഷ്മൺ രേഖ വരച്ചിട്ട് പോയി സീതയോട്. പക്ഷെ സീത അത് മറികടന്നപ്പോൾ ഉണ്ടായ സംഭവം അറിയാമല്ലോ. ലോക്ക്ഡൗൺ വന്നപ്പോഴേ ഞങ്ങൾ ഇത് പറയുമായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ T സോൺ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ട്രയാങ്കിൾ ആക്കി ഇവിടെ നമ്മുടെ കൈ കൊണ്ട് എപ്പോഴും തൊടരുത്. കണ്ണ്, മൂക്ക്, വായ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ അണുക്കൾ അങ്ങോട്ട് കയറി പോകുന്നത്. T സോൺ ഓർ ട്രയാങ്കിൾ ഓഫ് യുവർ ഫേസ് എന്ന് പറയാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1962 ഒരു ഇറ്റാലിയൻ മാഗസിനിൽ ഒരു സ്റ്റോറി വന്നതാണ്. 2022 ആളുകൾ ഇങ്ങനെ ആയിരിക്കും, അവരവരുടെ ഒരു കവചം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇതിനകത്ത് കയറി പോകുന്നു. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. 1962 ഇങ്ങനെ എഴുതി എന്ന് പറയുന്നത്. ആൻഡ് നൗ വി ലീവ് ദാറ്റ് ആൻഡ് ഗോ ടു മെന്റൽ ഹെൽത്ത്. ബീയിങ് കണ്ടന്റ് ആൻഡ് കോംപ്ലസന്റ്, അതായത് ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും നമുക്കുണ്ടായിരിക്കണം. അതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ വീട് ഒരു ഹോം ആയിരിക്കണം. ഹോം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുംബം, ഇമ്പം. ഇപ്പൊ നമ്മൾ ചില അച്ഛന്മാരൊക്കെ പറയും കൂടുംബം കൂട്ടടി എന്നാണ് അതിന്റെ അർത്ഥം. ഹോം ഷുഡ് ബി എ ഹോം, നോട്ട് എ ഷെൽട്ടർ. ഇവിടെ അതുപോലെ ജോയ് ആൻഡ് ഹാപ്പിനെസ് എന്ന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പനിങ് വേണം. ഇന്ന് എനിക്ക് എല്ലാം നല്ലതായിരുന്നു, അതുകൊണ്ട് ഐ എം ഹാപ്പി.
ഇന്ന് എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഞാൻ എല്ലാം പോയി. പക്ഷെ ജോയ് എന്ന് പറയുന്നത് നിത്യ സന്തോഷം എന്ന് പറയും. എനിക്ക് ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ എൻ്റെ സന്തോഷവും എൻ്റെ സാറ്റിസ്ഫാക്ഷനും കീപ്പ് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്കൊരു സ്വസ്ഥമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പറ്റത്തുള്ളൂ. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന് വേറൊരാളുടെ ചാൻസ് ആയിരുന്നു, ലെറ്റ് ഇറ്റ് ഗോ, അടുത്ത ചാൻസ് എൻ്റെതായിരിക്കും, ഓർ ഐ വിൽ മേക്ക് ഇറ്റ്. നമുക്ക് അങ്ങനെ ഡിറ്റർമിനേഷൻ എടുക്കണം. ഒരു ഫെയിലിയർ വരുമ്പോഴത്തേക്കിനും നമ്മൾ എല്ലാം മറന്നു പോകരുത്. ഒരു SWOT അനാലിസിസ് ചെയ്താൽ നമുക്ക് ഇതൊരു മാനേജ്മെന്റ് ഇതാണ്. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ചിലരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ എൻ്റെ വീക്ക്നെസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഐ വിൽ സേ യു കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ട്രെങ്ത്. എപ്പോഴും നമ്മുടെ സ്ട്രെങ്തിനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പം എൻ്റെ വീക്ക്നെസ് വേറൊരാളുടെ സ്ട്രെങ്ത് ആയിരിക്കും, അവരെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാം. പക്ഷെ ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ മോശമാണ്, പക്ഷെ അക്കൗണ്ടിങ്ങിൽ ഐ എം വെരി ഗുഡ്, സോ ഐ വിൽ ഡു ദ അക്കൗണ്ടിങ്. കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഡൺ ബൈ സംബഡി എൽസ്. നമ്മൾ എല്ലാത്തിലും കൂടെ ചെയ്ത് എല്ലാം ഡൈല്യൂട്ട് ആക്കുന്നതിനെക്കാട്ടിലും കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ട്രെങ്ത്, അക്സെപ്റ്റ് യുവർ വീക്ക്നെസ്. നമ്മുടെ വീക്ക്നെസ് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ അതിനെ 50% കോൺകർ ചെയ്തു. ഇപ്പൊ ആരെങ്കിലും എന്നോട് പറയുക ഇയാൾക്ക് ഭയങ്കര ദേഷ്യം, അപ്പൊ ഞാൻ പറയുക ആർക്കാ ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല, നിങ്ങൾക്ക് ആ ദേഷ്യം. ദാറ്റ് മീൻസ് ഐ എം നോട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. 2-3 പേര് എന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 50% അതിനെ കോൺകർ ചെയ്ത് കഴിയും. പിന്നെ ഗ്രാബ് ഓപ്പർച്യൂണിറ്റീസ് എന്നും ഇങ്ങനെ വന്ന് മുട്ടത്തില്ല, വരുന്നതൊക്കെ ഇപ്പം തന്നെ ഇതുപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ ഐ ഗ്രാബ്ഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ഫോർസീ ദ ത്രെഡ്സ്. എന്തൊക്കെയാണ് നമുക്ക് ത്രെഡ് വരാനുള്ളത്? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് നോട്ട് യുവർ സോറോസ്. സോ ദിസ് ഇസ് SWOT അനാലിസിസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ നമുക്ക് ഒരുപാട് സ്വസ്ഥത കിട്ടും. പിന്നെ മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞാൽ ഒരു 20% യങ് അഡൽട്സിനും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ IQ ഒക്കെ വളരെ നല്ലതാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പൊസിഷനിലൊക്കെ എത്തിയത്. പക്ഷെ നമ്മുടെ EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ക്വോഷ്യന്റ്, നമ്മൾ ഒരു സമയത്ത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. നല്ല കുട്ടിയായിരുന്നു, പക്ഷെ എന്താണ് വയലന്റ് ആയത് എനിക്കറിഞ്ഞൂടാ. അതായത് ക്യാരക്ടറാണ് അത് കാണിക്കുന്നത്. SQ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ക്വോഷ്യന്റ് ആണ്, അത് നമ്മുടെ കരിസ്മ. അതായത് നമുക്ക് എത്ര ഫ്രണ്ട്സിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, എത്ര റിലേറ്റീവ്സിനെ നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും, അതാണ് നമ്മുടെ സോഷ്യൽ ക്വോഷ്യന്റ്. ഞാൻ എൻ്റെ MBBS സ്റ്റുഡൻസിനോടൊക്കെ പറയും ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് IQ ഉണ്ട്, EQ ഉണ്ട്, SQ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ടൊക്കെ ഞങ്ങളോടൊക്കെ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ AQ ഉണ്ടോ? അഡ്വേഴ്സിറ്റി ക്വോഷ്യന്റ്. അതായത് ഇന്ന് തോറ്റാ ഇന്ന് തൂങ്ങിച്ചാവാൻ പോകുമോ, അതോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ? വാട്ട് യു ഡു? അഡ്വേഴ്സിറ്റി ക്വോഷ്യന്റ്. അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേരെ നമ്മൾ എക്യുപ്പ് ചെയ്തില്ലെങ്കിൽ they will land up into mental health or even suicide. സോ ഇതിനെ നമ്മൾ ഷാർപ്പൻ ചെയ്യാനായിട്ട് പഠിക്കും. സോ ഞാൻ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പറഞ്ഞു, എൻവയോൺമെന്റ് പറഞ്ഞു, ഡയറ്റ് പറഞ്ഞു, ഇൻഫെക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത്. നൗ നെക്സ്റ്റ് ഇസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. ആൻഡ് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് എന്ന് പലരും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെ പറയരുത്, ഇറ്റ് ഈസ് ഓപ്റ്റിമൈസിങ്. നല്ല ആഹാരം കഴിച്ച് ഇമ്മ്യൂണിറ്റി ഓപ്റ്റിമൈസ് ചെയ്യണം. നല്ല എക്സസൈസ് ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്റ്റിമൈസ് ആയിട്ടിരിക്കും. നല്ല ജോക്കൊക്കെ പറയുകയും കേൾക്കുകയും സന്തോഷമായിട്ടിരിക്കും. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ കോൾഡ് ടെമ്പറേച്ചേഴ്സ് അവോയ്ഡ് ചെയ്യുന്ന കാര്യമുണ്ട്. റിലാക്സ് ആൻഡ് റെസ്റ്റ്. എങ്കിൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റിയുടെ അംബ്രല്ല കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് തരം ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി ഒന്നും പോകുന്നില്ല. ഇത്രയും 10 കാര്യങ്ങൾ A, B കോംപ്ലക്സ്, C, D. അപ്പൊ ഓരോരുത്തരും ഓരോന്നിനെ പറ്റി എഴുതിക്കൊണ്ടിരിക്കും. സിങ്ക് കഴിക്കണം, കോപ്പർ കഴിക്കണം, അയൺ കഴിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും പക്ഷെ കൂടുതൽ കഴിച്ചാൽ അമൃത ഈസ് ഓൾസോ എ പോയ്സൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഓരോന്നിനു വേണ്ടി ഓരോ പില്ല് കഴിക്കാൻ പറ്റത്തില്ല, ഓരോന്നിന്റെ ഡയറ്റ് തപ്പിയെടുത്ത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇഫ് ഐ ടേക്ക് എ ബാലൻസ്ഡ് ഡയറ്റ് ഐ എം സപ്പോസ് ടു ഗെറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞ റെയിൻബോ ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഇതെല്ലാം കിട്ടും. അപ്പൊ ചിലർ പറയും ഈ വെജിറ്റബിൾസിലൊക്കെ ഒത്തിരി പെസ്റ്റിസൈഡ് ഒക്കെ ഉണ്ടല്ലോ. സോ ഐ സേ വാഷ് ഇറ്റ്, പീൽ ഇറ്റ്, കുക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. മിക്കവാറും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കൊണ്ടുവന്നാൽ ഉടനെ വാഷ് ചെയ്യണം. പെസ്റ്റിസൈഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി ദിവസം കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോഴത്തേക്കിന് അത് അതിന്റെ പോഴ്സിൽ കൂടെ അകത്ത് കയറും. സോ കൊണ്ടുവരുമ്പോൾ തന്നെ വാഷ് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം വെജി വാഷസ് ഒക്കെ കിട്ടും. ദാറ്റ് ഇസ് ഇറ്റ്. ദെൻ വാക്സിൻസിനെ പറ്റി പറഞ്ഞാൽ ഇപ്പം ആർക്കും വേണ്ടാതിരുന്ന ഒരു സാധനമാണ് വാക്സിൻസ്. പക്ഷെ ഇപ്പൊ എല്ലാവരും കൊറോണ വാക്സിൻ എന്ന് വരും, കോവിഡ് വാക്സിൻ എന്ന് വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിൻസ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും, പക്ഷെ ചിലപ്പം മൈൽഡ് ആയിട്ടുള്ളതോ
ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ളതോ സൈഡ് ഇഫക്ട്സ് വരാം. സോ അതിന്റെ സേഫ്റ്റി പ്രൊഫൈലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത്. ആൻഡ് ക്രിസ്ത്യൻ ബെർണാഡ് പറഞ്ഞു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജൻ ആണ്. ഞാൻ ഒരു 150 പേരെ രക്ഷിച്ചു എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. പക്ഷെ ഞാൻ പ്രിവെന്റീവ് മെഡിസിനിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 150 മില്യനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെന്നാണ് അദ്ദേഹത്തിന്റെ ഫൈനൽ ആയിട്ടുള്ള പറഞ്ഞത്. ആൻഡ് നൗ വി കം ടു നർച്ചർ, അതായത് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ യു. നമുക്ക് എത്ര ടെൻഡർ ലവിങ് കെയർ കിട്ടി എന്നുള്ളതാണ്. ഒരു നല്ല ഫാമിലിയിൽ നല്ല സ്നേഹം കിട്ടി വളർന്ന ഒരാള് എപ്പോഴും ജീവിതത്തിൽ വിജയമായിരിക്കും കൈവരിക്കുന്നത്. ഇത് നോക്കിക്കേ, ആ ആനിമലിന്റെ കണ്ണിലെ ആൻസൈറ്റി കണ്ടോ, എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് എടുക്കുമോ എന്നുള്ളത്. അതേ സമയത്ത് ആ മറ്റേ അവിടെ ഒരു ഹ്യൂമൻ ബീയിങ് നിൽക്കുന്നതിന് യാതൊരു ആൻസൈറ്റിയും ഇല്ല. ആ കൊച്ചിനെ ആ തറയിൽ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശരിക്കും സങ്കടം തോന്നും. പിന്നെ ചില കുട്ടികളുടെ റിയാക്ഷൻ ആണ്, പേരന്റിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് കൂവി വിളിക്കും. കാരണം പേരന്റ് അവരുടെ ശത്രുവാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. ഇനി പോസിറ്റീവ് പേരന്റിങ്, ഈ ഇല്ലായ്മയിൽ ഈ അമ്മ ഒരു നല്ല മാതൃക കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നു. ഒരു മാസ്ക് ഇടാനായിട്ട്, ഒരു ഇല കൊണ്ടുമായിട്ട് ആണെങ്കിൽ പോലും ഒരു മാസ്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന മാതൃക കണ്ടോ, ഇത് കങ്കറു മദർ കെയർ എന്ന് പറയും, KMC. കുഞ്ഞിന് നമ്മൾ 37 ഡിഗ്രി വാംത്ത് ആണ് കൊടുക്കുന്നത്. ഒരു മെഷീൻ ആണെങ്കിൽ ചിലപ്പോൾ മെഷീൻ ഫെയിൽ ചെയ്യും, ചിലപ്പോൾ അതിനകത്തൂടെ ഇൻഫെക്ഷൻ കയറും. സോ ആ കുഞ്ഞിന് 2 ട്വിൻ ബേബിക്ക് ആ അച്ഛനും മൂത്ത കുട്ടിയും കൂടെ അമ്മയ്ക്ക് കുറച്ചു നേരം റിലീഫ് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കങ്കറു മദർ കെയർ കൊടുക്കുന്നു. ഇതൊരു വളരെ വൈറലായ ഒരു ഇതാണ്. ഇനി ഇതുപോലൊരു കുഞ്ഞാണെങ്കിൽ യാതൊരു സൂപ്പർവിഷനും ഇല്ല, ഒരു പാവപ്പെട്ട സെറ്റിംഗിലോ സ്ലമ്മിലുള്ള കുട്ടി, ഈ കുട്ടിക്ക് ഒരു അധോലോകം തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താലോ ചിലപ്പോൾ അവൻ സബ്സ്റ്റൻസ് അബ്യൂസ്, കഞ്ചാവ് കച്ചവടക്കാരൻ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അമ്മ എപ്പോഴും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെ ഇങ്ങനെ വിട്ടാല് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കുടുംബത്തോടോ ഫാമിലിയോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ വളർന്നു വരാം. ഇനി ഇത് നോക്ക്, അമ്മയ്ക്ക് പാല് പോലും കൊടുക്കണം എന്ന് അറിഞ്ഞുകൂടെ. ഇത് IT ഫീൽഡിലുള്ളവരാണ്, കോളയാണ് കൊടുക്കുന്നത്. അതിനകത്തൊക്കെ കഫീനും അങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ ബ്രെയിനെ ഡാമേജ് ചെയ്തിട്ട് ചിലപ്പം അമ്മയും അച്ഛനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ ആക്സ് ഒക്കെ ഓർഡർ ചെയ്യുമായിരിക്കും ചിലപ്പം ഇങ്ങനെയുള്ളവര് വലുതായി വരുമ്പോൾ. എന്നാൽ ഇത് നോക്കിക്കേ, ഒരു പ്രായപൂർത്തിയായ ഒരു മകള് അമ്മയുടെ അടുത്ത് വന്നെല്ലാം സങ്കടം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കുന്നു. അമ്മയും അച്ഛനെയും ഒരു ഫ്രണ്ടായിട്ട് കാണാനായിട്ട് കുട്ടികൾക്കും പറ്റണം, അതിനുള്ള അവസരം നമ്മളും ഒരുക്കണം. ഒരു 6469 കുട്ടികളിൽ ഞാൻ IAP പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു സ്റ്റഡി നടത്തി. അതിൽ ഈ ലാസ്റ്റ് കോളത്തിലോട്ടൊന്ന് നോക്കണം, ഷെയറിങ് ഓൾ ലൈഫ് ഇവന്റ്സ് വിത്ത് പേരൻസ്. 28.4% കുട്ടികൾ പറഞ്ഞു നോ, ഞങ്ങളെല്ലാം പറയത്തില്ല. അതേസമയത്ത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മമാര് 9.5% അമ്മമാര് പറഞ്ഞു അവരെല്ലാം എന്നോട് പറയത്തില്ല. അപ്പൊ ആ ബാക്കി 20% അവര് പറയുന്നു എന്നാണ് അമ്മയുടെ വിശ്വാസം. അതായത് അമ്മ വഞ്ചിക്കപ്പെടുവാണ് അവിടെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, എനിക്ക് അറിയാൻ സമയമായിന്ന്. എക്സസൈസ്, ഹോബീസ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ് ആണ് ഇപ്പം കൂടുതലും ഉള്ളത്. അതിനെ ഞങ്ങൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നും വിളിക്കുന്നുണ്ട്. ആൽക്കഹോളിസം, സ്മോക്കിംഗ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, അങ്ങനത്തെയുള്ള അസുഖങ്ങളാണ്. അതിന് നമുക്ക് നല്ല ഹോബീസും നല്ല എക്സസൈസും വേണം. നിങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. ഈ ബോട്ട് റേസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ക്രീൻ ടൈം വളരെ കുറയ്ക്കണം. ഇപ്പൊ അക്കാഡമിക് സ്ക്രീൻ ടൈം ഒരുപാട് കൂടിയത് കൊണ്ട് നോൺ അക്കാഡമിക് സ്ക്രീൻ ടൈം 1 to 2 hours കൂടുതൽ 6 വയസ്സിന് മുകളിൽ സമ്മതിക്കരുത്. 2 to 5 years 1 hour സമ്മതിക്കാവുള്ളൂ. 18 months to 2 years ഉള്ളവർക്ക് കോ വാച്ചിങ് ആവാം. അതായത് ഒരു കാർട്ടൂൺ കണ്ട നമ്മളും കൂടെ അവരെ പറഞ്ഞു കൊടുക്കണം, അത് കണ്ടില്ലേ അവരത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇന്ററാക്ട് ചെയ്യാതെ ഒന്നും പഠിപ്പിക്കരുത്. 18 months താഴെ നമുക്ക് വേണമെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് ചാറ്റ് ചെയ്യാം, അത് മാത്രമേ അനുവദിക്കാവുള്ളൂ. എക്സസൈസ് ചെയ്യണം. അതുപോലെ 8 hours ഓഫ് സ്ലീപ്പ് കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇച്ചിരിയൊക്കെ കോംപ്രമൈസ് ചെയ്യാം. ഞാൻ പറയുന്നത് 6 days a week ചെയ്തിട്ട് 1 day maybe you can relax. So good sleep, good exercise and good food. These are the immune boosters. എനിക്ക് ഒട്ടും ടൈം ഇല്ല എക്സസൈസ് ചെയ്യാൻ.
So you can get active 10 minutes 3 times a day. 30 മിനിറ്റ് എനിക്കില്ല, പക്ഷെ 10 മിനിറ്റ് ഉണ്ടല്ലോ. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ യുവർ സ്റ്റൊമക് ഷുഡിൻ ബി എ വേസ്റ്റ് ബാസ്കറ്റ്. കഴിച്ചുകൊണ്ടിരിക്കരുത്. ഒരു 3/4 ഫുൾ ആവുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേക്കണം. അതുപോലെ ഇങ്ങനെ കറക്കുന്നുണ്ടെങ്കിൽ, ചില കുട്ടികളുടെ കഴുത്ത് കഷമൊക്കെ കറക്കുന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് നമ്മുടെ മിറ്റത്ത് വന്ന് നിൽക്കുവാണെന്നുള്ളതാണ് അറിയേണ്ടത്. ദിസ് ഇസ് പ്രീ ഡയബറ്റിക് കണ്ടീഷൻ. ഇതിന്റെ പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ്. സ്കിൻ നന്നാവണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ ഡയബറ്റിസ് വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് അതൊന്നും മൈൻഡാണ്. ഇന്ന് എന്തുണ്ടോ അത് മാത്രമേ നമ്മുടെ ബ്രെയിനിന് താല്പര്യമുള്ളൂ. സോ ഒരു ടോക്കിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഒബീസിറ്റി കൊണ്ടുള്ള ദോഷങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റി. എല്ലാത്തിനും ഓരോ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തലച്ചോറ് തൊട്ട് നമ്മുടെ പാദം വരെ ഓരോ അവയവങ്ങളിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ജങ്ക്സ് എന്നൊരു ടേം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് കോയിൻ ചെയ്തു. ജെ സ്റ്റാൻഡ്സ് ഫോർ ജങ്ക് ഫുഡ്, അതായത് ഹൈ ഇൻ ഫാറ്റ്, ഹൈ ഇൻ സോൾട്ട്, ഹൈ ഇൻ ഷുഗർ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഹൈ ഇൻ ഫാറ്റ്, ഹൈ ഇൻ സോൾട്ട് ഉള്ള ആ ലേബലൊക്കെ. പിന്നെ അൾട്രാ പ്രോസസ് ഫുഡ്, ഒരുപാട് പാക്കറ്റിൽ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഫുഡ്. പിന്നെ ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ്, അതായത് ചെറിയ കുഞ്ഞിന് കഫീൻ അടങ്ങിയ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ടീ കോഫി കൊടുക്കുക. കാർബണേറ്റഡ് കളേർഡ് കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാട് കഴിച്ചാൽ CNS CVS അത് അഫക്റ്റ് ചെയ്യുക. അതുപോലെ ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ്, ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കണം. 95 to 100% ഫ്രൂട്ട് ആണെങ്കിൽ അതിന്റെ പേര് ഫ്രൂട്ട് ജ്യൂസ്. 60% ആണ് ഫ്രൂട്ട് എങ്കിൽ അതിന്റെ പേര് നെക്ടാർ. 25% താഴെ ഉള്ളെങ്കിൽ ഇറ്റ് ഇസ് ഫ്രൂട്ട് ഡ്രിങ്ക്. ഈ ഫ്രൂട്ട് ഡ്രിങ്കിനെയാണ് നമ്മളെല്ലാം ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഷുഗേഴ്സും കെമിക്കൽസും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ ജങ്ക്സ് ഗൈഡ് ലൈൻ ഞങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഏജൻസീസ്, ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ഏജൻസീസ് വർക്ക് ചെയ്തു. അങ്ങനെ നോ മോർ ജങ്ക് ഇൻ സ്കൂൾസ്. ക്യാൻറ്റീനിലും 50 മീറ്ററിലും അറൌണ്ട് ദ സ്കൂൾ ഇപ്പം ജങ്ക്സ് സെല് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു റൂൾ വന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ വേറൊരു പ്രോഗ്രാം ചെയ്തു, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ഇനീഷ്യേറ്റീവ്. അതിനകത്ത് ഒരു സെക്കൻഡ് ക്ലോസ് കാണാം, എക്സസ് ബാഗേജ്. അതുപോലെ ഇപ്പൊ നമ്മൾ അതിനകത്ത് ഒരു 6ാമത്തെ ക്ലോസ് ആഡ് ചെയ്യുവാണ്, ന്യൂട്രീഷൻ ഫ്രണ്ട്ലി സ്കൂൾ ഇനീഷ്യേറ്റീവ്. ഈ 2020 സ്കൂൾ ബാഗിന്റെ പോളിസി വന്നു. നമ്മുടെ വെയിറ്റിന്റെ 10% ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതാണ് ഈ ഫ്ലൈറ്റിലൊക്കെ 7 കിലോ, നമുക്ക് 70 കിലോ ഉണ്ടെന്നുള്ള അസംഷനിലാണ്. 10% കൂടുതൽ, അതായത് 20 കിലോ ഉള്ള കുട്ടിക്ക് 2 കിലോയെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അവന് 5 കിലോയും 10 കിലോയും ഒന്നും താങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഇത് ഒരു പോളിസി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വെയിങ് മെഷീൻ എല്ലാ വീട്ടിലും വേണം. സൺഡേയോ ഏതെങ്കിലും ഒരേ സമയത്ത് നമ്മൾ വേ ചെയ്യണം. രാവിലെ വേ ചെയ്ത് വൈകിട്ട് വേ ചെയ്താൽ ഡിഫറൻസ് വരാം. സൺഡേ മോർണിംഗ് ഐ വിൽ വേ മൈസെൽഫ്. അത് തന്നെ ഒരു ഇന്റർവെൻഷൻ ആണ് ടു കീപ് അവർ വെയിറ്റ്. പിന്നെ ഫാമിലി ആക്ടിവിറ്റി, ഗ്രൂപ്പ് എക്സസൈസ് തായ്ലൻഡ് മോഡലിൽ കുറെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിൻലൻഡിൽ അവർ ബേക്കറി റിഫോംസ് കൊണ്ടുവന്നു, ഷുഗറും ഫാറ്റും എല്ലാം സോൾട്ടും എല്ലാം കുറയ്ക്കാൻ. അപ്പോഴത്തേക്കിനും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. Then Canadian model, I always speak walkable streets, cycle paths, park. Michelle Obama said salad bars to classrooms, compulsory PT period. എൻ്റെ അടുത്തൊക്കെ പിള്ളേർ വരും, PT ഒന്ന് ഒഴിവാക്കണമെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും വാങ്ങിക്കാനായിട്ട്. ദെൻ ഇപ്പൊ ഈ എലിവേറ്ററും ഉണ്ട്, അവിടെ ഒരു സ്റ്റെപ്സും ഉണ്ട്. സ്റ്റെപ്സ് യു ആർ ബേണിംഗ് 0.5 calories, യു ആർ ബേണിംഗ് 1.0 calories, യു ആർ ബേണിംഗ് 1.5 calories എന്നൊന്ന് എഴുതി വെച്ചാൽ ഞാൻ ചിലപ്പോൾ ആ സ്റ്റെപ്സ് എടുക്കും. എനിക്ക് അത്രയും കാലറി ബേൺ ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ. പിന്നെ ഫൈനലി വീട്ടമ്മമാരൊക്കെ പോലെ ആരെങ്കിലും ഹോം മേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഗോ ബാക്ക് ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് കുക്കിംഗ് പ്രാക്ടീസ്. അതിന് ഞാൻ സ്മാർട്ട് എന്നാണ് പറയുന്നത്. എസ് സ്റ്റാൻഡ്സ് ഫോർ സോക്കിംഗ്. നമ്മുടെ പയറും ഒക്കെ കുറെ നേരം സോക്ക് ചെയ്താൽ അതിനകത്ത് കുറെ ചേഞ്ചസ് വരും, ഡൈജഷൻ കൂടും, അതിന്റെ ന്യൂട്രിയൻസ് കൂടും. മസാല ഡബ്ബ നന്നായിട്ട് ഉപയോഗിക്കണം. അത് ട്രഷർ ഓഫ് ആന്റി ഓക്സിഡൻസ് ആൻഡ് ഇമ്മ്യൂണോ ന്യൂട്രിയൻസ് ആണ്. അതുപോലെ ജെർമിനേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ അമൈലേസ് റിച്ച് ഫുഡ് എന്ന് പറയും. അതുപോലെ ഈ പഴുക്കാത്ത ചക്ക, പഴുക്കാത്ത ഏത്തക്ക, സ്വീറ്റ് പൊട്ടറ്റോ അതൊന്നും പെട്ടെന്ന് ഗ്ലൈസീമിക് ലോഡ് കൂട്ടുന്നതല്ല. അതിനെ പറയുന്ന അമൈലേസ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നാണ്. അതുപോലെ സ്റ്റീമിങ്, ബോയിലിംഗ്, പാർ ബോയിലിംഗ്, സോട്ടിങ്, സിമ്മറിങ്, ഷാലോ ഫ്രൈയിങ്, പിക്ലിംഗ്,
ഫെർമെന്റിങ്, ന്യൂട്രീഷണൽ ഈസ്റ്റ് ഒരുപാട് വൈറ്റമിൻ B12 തരും. നമ്മളുടെ ഓയിൽ കൺസംഷൻ കുറയ്ക്കണം. 1/2 kg പെർ പേഴ്സൺ പെർ മന്ത് ആക്കുക. റൂം ടെമ്പറേച്ചറിൽ ഓയിൽ ഈസ് ലീസ്റ്റ് ഹാംഫുൾ. അത് ബോയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ദോഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ ഓയിൽ അന്ന് തന്നെ തീർക്കുക. റീയൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഹാം നമുക്കുണ്ടാവും. അതുപോലെ ഓയിൽ റൊട്ടേറ്റ് ചെയ്യണം. ഒരു ഓയിൽ തന്നെ വാങ്ങിക്കരുത്. ഡീപ്പ് ഫ്രൈങ്ങിന് കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഷാലോ ഫ്രൈങ്ങിന് റൈസ് ബ്രാൻ ഓർ സൺഫ്ലവർ, ദെൻ സാലഡൊക്കെ ഡ്രസ് ചെയ്യുന്നതിന് ഒലിവ് ഓയിൽ, ജിഞ്ചിലി ഓയിൽ ഫോർ പിക്ലിംഗ്, അങ്ങനെ നമുക്ക് ഓരോന്നും ഉപയോഗിക്കാം. അതുപോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളത് ജിഞ്ചിലി, പീനട്ട്, ഒലിവ് ഓയിലാണ് അതുള്ളത്. അതുപോലെ ഒമേഗ 3 വളരെ കുറവ് വരുന്ന ഒരു സാധനമാണ്. ഫിഷ് ഓയിൽ, വാൾനട്ട്സ്, റൈസ് ബ്രാൻ ഓയിൽ, അതിലൊക്കെയാണുള്ളത്. അപ്പൊ സോ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കണം. ദാറ്റ് ഇസ് മൈ അഡ്വൈസ്. അപ്പൊ ചിലർ ചോദിക്കും ഗീയിൽ എത്ര ട്രാൻസ് ഫാറ്റ് ഉണ്ട്? ഹാംഫുൾ ആയിട്ടുള്ളത് 4% ഉള്ളൂ. ലുക്ക് അറ്റ് ദിസ് ഗ്രാൻഡ്മ കുക്കിംഗ് with so much of happiness and using the oil at the room temperature. ഇദ്ദേഹം പറയുന്ന കേട്ടോ, if I had known I was going to live so long, I would have taken better care of myself. എനിക്ക് തോന്നുന്നത് ഇതാണ് ഇപ്പം പ്രധാനം. ഇത്രയും മരുന്ന് കഴിച്ചാണ് മലയാളികളൊക്കെ ജീവിക്കുന്നത്. ആൻഡ് 108 ഇങ്ങനെ പാറി പറന്ന് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ കാണാം. 108 കയറാതിരിക്കണമെങ്കിൽ ഞാൻ പറയും 108 108 108 എന്നൊരു മന്ത്രം പഠിക്കണം. ദാറ്റ് ഈസ് എ therapeutic lifestyle change or a tender loving care for you, TLC for you. 1 hour of exercise, 0 junks, 8 hours of sleep. ഇതിനെ കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാം. 6 days a week പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമോ? No matter how long you have traveled in the wrong direction, you can always turn around. ഇനിയും ഞാനൊരു കുറെ മൾട്ടി ടാസ്കിങ്ങിന്റെ ആളാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും എങ്ങനെയാ ടൈം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 2 minutes എടുക്കട്ടെ. Shall I take 2 more minutes? Sure, go ahead. Yeah, yes, please. So ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് 10 കാര്യം ചെയ്യാനുണ്ടെന്ന് വെച്ചോ. തീസിസ് എഴുതണം, ലെറ്ററിന് മറുപടി അല്ലെങ്കിൽ ഇമെയിൽ റിപ്ലൈ ചെയ്യണം, ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യണം, ഷോപ്പിങ്ങിന് പോകണം. സോ എല്ലാം എഴുതുക. എന്നിട്ട് യു മാർക്ക് ഇറ്റ് ആസ് മോർ അർജന്റ്, ലെസ് അർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ക്ലബ് ചെയ്യണം. മോർ അർജന്റ്, മോർ ഇമ്പോർട്ടൻറ്റ് ഒരു ഗ്രൂപ്പ്, ലെസ് അർജന്റ്, മോർ ഇമ്പോർട്ടൻറ്റ് വേറൊരു ഗ്രൂപ്പ്, മോർ അർജന്റ് ബട്ട് ലെസ് ഇമ്പോർട്ടൻറ്റ് ഒരു ഗ്രൂപ്പ്, ലെസ് അർജന്റ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഒരു ഗ്രൂപ്പ്. ഇത് വേണേ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ എല്ലാവരും. ഇത് ചെയ്തിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഇതിൽ ഏത് കോൺസെൻട്രേറ്റ് ചെയ്യും? ഇപ്പൊ 90% ഓഫ് മൈ എന്നെ കേൾക്കുന്നവർ പറയും മോർ അർജന്റ് മോർ ഇമ്പോർട്ടൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്നും ഈ കഷ്ടപ്പാടേ കാണത്തുള്ളൂ. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലെസ് അർജന്റ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടൊരു ടോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ 50% ഞാൻ നേരത്തെ ചെയ്തു വെക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് കിടന്ന് മോർ അർജന്റ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. സോ 50% കുക്ക് ചെയ്ത് വെക്കുക. That is, you concentrate on the less urgent and more important, so that your pool of more urgent and more important will be least. Then more urgent but less important, വേറെ ഒരാളെ ഡെലിഗേറ്റ് ചെയ്യാമല്ലോ നമുക്ക് അതിനായിട്ട്. ലെസ് അർജന്റ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് മൈ ഫാമിലി, മൈ ഹസ്ബൻഡ്, മൈ 2 വെരി ലവിങ് ഗേൾസ്. ആൻഡ് എനിക്ക് 2 നല്ല ബോയ്സിനെ ദൈവം ബ്ലെസ്സിങ് ആയിട്ട് തന്നു. അവരുടെ 2 പേരുടെ അമ്മമാര് ഞാൻ അസംഷൻ കോളേജിൽ പഠിച്ചപ്പം പഠിച്ചവരാണ്. സോ ഞങ്ങൾ വളരെ ഒരു ഹാപ്പി ആണ്. മദർ ഇൻ ലോസുമായിട്ടും I know them personally. They were in the hostel when I was there. And I have 3 grandchildren. I'm blessed like that. And so the greatest wealth is health, and it is up to you to decide what are you going to do. കുട്ടിയെ എടുക്കണോ അതോ പട്ടിയെ എടുക്കണോ? So whatever is best for you, you do. And I think I have shared most of what I say in my books also. So I have finished. Thank you very much for your patient listening. I think these pebbles are useful for you. Thank you. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും പ്ലീസ്. Yeah, one question. Good evening, doctor. Doctor, first, it was not pebbles but pearls, and that is how your presentation looked like. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഡോക്ടർ, ഈ എഗ് അലർജി അല്ലെങ്കിൽ മിൽക്കിന് അലർജി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് എന്തായിരിക്കും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്?
മിൽക്ക് അലർജി ഇപ്പൊ ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. പണ്ട് കാണാത്ത ഒരു കാര്യമായിരുന്നു, ഇപ്പൊ ഒരുപാട് കാണുന്നുണ്ട്, കൂടുതൽ കാണുന്നുണ്ട്. എഗ് അലർജി കുറച്ച് കാണുന്നുണ്ട്. ഏറ്റവും അതിനെപ്പറ്റി ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എഗ് അലർജി, മിൽക്ക് അലർജി ഒക്കെ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതാവുമ്പോൾ, അതായത് സ്കൂൾ പ്രായമൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇറ്റ് ഇസ് റിവേഴ്സിബിൾ. അതേ സമയത്ത് സീ ഫുഡ്, പീനട്ട്സ് ഒന്നും പോകത്തില്ല. സോ വൺ തിങ് ഈസ് ദാറ്റ് ഈ എഗ് അലർജിയും ഫുഡ് അലർജിയും ഉള്ള കുട്ടി സ്കൂൾ പ്രായം ആകുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദം ഗെറ്റ് ഓവർ ഇറ്റ്. അതുകൊണ്ട് എന്നും അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ട്രൈ ഇറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അതൊന്ന്. പിന്നെ രണ്ടാമത്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടുതൽ പൾസസ്, അതുപോലെ ചിക്കൻ, അങ്ങനത്തേതൊക്കെ, അത് ആ പീസസ്, ചിക്കൻ പീസസ് കഴിക്കുക. അതിന്റെ ഗ്രേവി ഒക്കെ കഴിക്കുമ്പോഴാണ് ഒരുപാട് ഫാറ്റ് ഒക്കെ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നെന്ന് പറയുന്നത്. പൾസസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ പ്രോട്ടീൻ നന്നായിട്ടുള്ള ഒരു ഐറ്റമാണ് മഷ്റൂംസ് ആൻഡ് നട്ട്സ്. സോ നട്ട്സ് കൊടുക്കാം കുട്ടികൾക്ക്, അങ്ങനെയുള്ളവർക്ക്. പക്ഷെ പീനട്ട് ആൻഡ് ട്രീനട്ട് അലർജി ഉണ്ടോ എന്നുള്ളത് നോക്കാം. Thank you, doctor. Any other questions? Chat question വല്ലതും ഉണ്ടോ? Doctor, എനിക്ക് ഒരു സംശയമുള്ളത്, I used to work in the breastfeeding initiative committee for the past 10 years. Oh, very and good. also ഞാൻ public healthil ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. So I used to be in the maternal and child health and the preventive medicine. So ഞങ്ങള് ഇവിടെ അഡ്വൈസ് ചെയ്യുന്ന 0 to 6 ഏജസിനെയാണ് കൂടുതലായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. So beyond 2 years, as you doctor പറഞ്ഞതുപോലെ 2 years breastfeeding and beyond, and 0 to 6 years we give a lot of importance for the children. കാരണം അത് ഫോർമേറ്റീവ് പീരിയഡ് ആണ്. ഞാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിന് വേണ്ടി 1000 days ഇപ്പം നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നോണ്ട് പറഞ്ഞതാണ്. അത് ഞാൻ ഓർത്തത് ഡോക്ടറിന് ഇപ്പം കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട്, സോ ഐ വാസ് വാണ്ട് ടു ക്ലാരിഫൈ അബൌട്ട് ദാറ്റ്. 7 years കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളൊരു കൺസെന്റ് എടുക്കുവാണെങ്കിൽ തന്നെ up to 18 years we have to get the consent of the parent. പക്ഷേ 7 years കഴിഞ്ഞ അസെന്റ് ഓഫ് ദ ചൈൽഡ് വേണം. ചൈൽഡിനോടും പറയണം, ഐ എം ഗോയിങ് ടു ഡ്രോ ബ്ലഡ് ഫ്രം യു. ഹി ഓൾസോ ഹാസ് ടു കൺസെന്റ്. അതായത് ഒരു 8 years 7 years വരെ അവരെ ഇങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാവുന്ന പീരിയഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് they make their own decisions. So and we have to approve that. You are very great. I'll add that in the next presentation. It was very interesting, the way you have presented it. Very beautiful. Anybody? I have a question. Yes. No, go ahead. Sorry. Thank you for the great presentation, Dr. Elizabeth. And the question, it's not only for children. I mean, it's more towards adults. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്ന the more carbs you eat, there's a tendency to move towards diabetes. But my question is, if you have carbs in all your 3 meals, like you have dosa and sambar for breakfast, you have rice and your side dishes for lunch, and you have chapati for dinner, does it increase the probability of moving into diabetes early on in life? Definitely. നമ്മള് പറയുന്നത് ഒരു കേരള മീൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മീൽ എന്ന് പറയുന്നത് 70% വരെ കാർബ്സ് ആണ്. We have to put it below 50%. കാർബ്സിന്റെ അളവ് കുറച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന ഈ റെയിൻബോ ഡയറ്റ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താണ്. Not that every meal. So you can have some nuts and vegetables if you want a light supper or something. So other ഒരു whole day. So carbs should be, നമ്മൾ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ 50 to 60% കാർബ്സ് എന്നായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ബ്രിങ് ഇറ്റ് ലെസ് ദാൻ 50%. പക്ഷെ ഒരു ഇന്ത്യൻ ഡയറ്റിൽ 70% കാർബ്സ് ആണ്. Whereas we have done some European diets, it is only 39-40%. So carbs കൂടിയാൽ പെട്ടെന്ന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയിട്ട് ബ്ലഡ് ഷുഗർ കൂടും.
ബ്ലഡ് ഷുഗർ കൂടുമ്പോഴത്തേക്കിന് നമ്മുടെ പാൻക്രിയാസ് റിയാക്ട് ചെയ്യും. അത് ഓവർ ഇൻസുലിൻ പോർ ചെയ്യും. നമ്മളൊരു ഹൈപ്പർ ഇൻസുലിനിസം സ്റ്റേറ്റിലോട്ട് പോകും. അത് കഴിയുമ്പോഴത്തേക്കിന് ഇൻസുലിൻ റെസിസ്റ്റൻസും വരും, പാൻക്രിയാസ് ഫെയിലും ചെയ്യും. ഇങ്ങനെ ഓവർ വർക്ക് ചെയ്ത് ഫെയിൽ ചെയ്തു പോകും. സോ യു ആർ റൈറ്റ്, there is a chance. So are other grains like bajra, jawar and all, do they have lower glycemic index? ചിലതിനൊക്കെ കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ വൈറ്റ് റൈസിനാണ് കൂടുതൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളത്. ഈവൻ വീട്ടിന് കുറച്ച് കുറവായിരിക്കും. റൈസ് എന്ന് പറയുമ്പോൾ വി കുക്ക് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വി സെർവ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വി ഈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. മറ്റേതൊക്കെ നമ്പേർഡ് ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ചെക്ക് ഫോർ ദാറ്റ്. Thank you so much. Thank you, Dr. Elizabeth. I so appreciated your presentation. I don't speak much Malayalam, so thank you for mixing in the English there. I'm so I just have a 5-year-old. Thank you. I have a 5-year-old son, and he's a very picky eater. He eats mainly bread-based items like pancakes or peanut butter and jelly sandwich, muffins. He eats an apple and then a couple tablespoons only. We're trying to get him to eat vegetables, but he's quite adamant, and we give him a laxative powder every morning to help him with his pooing. But he still poops in his underwear like dry pellets, and I don't know what else to do to help him eat more variety to get his bowel movements regular. What is his age? How old is he? He's 5. He's 5. 5 years old. Maybe in the schools they are giving lot of examples, or group eating is happening, I believe, when all children are taking a balanced diet or something. Is there a possibility like that? He does eat at school with his friends. So that is one thing. But I don't know that group eating is one thing when other children are doing it. And maybe does he eat on the dining table or some other place? Yeah, we do the screen time. We do a little 15-minute video during eating. I know that's not the best, but that we do that. And then you become the role model. You take all the food that you want and show him. And then initially he may not come, but for small things you compliment him, give him small rewards. I mean, reward can be a hug and a kiss, not a chocolate. So like that. That's true. And then he will have some heroes, I believe. Some characters he likes. Yes, about Batman, Superman, or then you can say like what I showed my grandson drew that picture, no? Yes, that was beautiful. So say that this person became like this because he ate this. Okay. So you make up stories with their Superman and all. The Superman was like this, then he was becoming very lean, then he was taken to the doctor, he was becoming sick, then his mom advised him like this, and also you make up stories and tell them and attract. Okay, we'll give it a try. Thank you so much. Any other questions, please? I may like to express my sincere thanks to Doctor. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു തേർഡ് ഡയമെൻഷൻ ഹെൽത്തിൽ ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത്, അതായത് സ്പിരിച്വാലിറ്റി ഈസ് അനദർ ഡയമെൻഷൻ ഇൻ ഹെൽത്ത്. ദാറ്റ് ഈസ് ഇത് ചിൽഡ്രനെ കുറിച്ച് മാത്രമല്ല, പ്രായമുള്ള പലരെ കുറിച്ചും ബാധകമാകുന്ന പല കാര്യങ്ങളും അതിനകത്ത് നിന്ന് വളരെ വിജ്ഞാനപ്രദവും വളരെ സിമ്പിളും വളരെ ഇത് ഇത്ര നല്ല ഒരു, ഇനിയും ഞങ്ങൾക്ക് ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ ഇവിടുത്തെ പല മലയാളികളുടെ ഇതിനകത്തോട്ട് എനിക്കിത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഓട്ടോയിലും മറ്റു പല സ്ഥലങ്ങളിലും ഡോക്ടറെ സാന്നിധ്യം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you. I'm very honored. ഡോക്ടർ റോയ് വർഗീസ് ഇതുപോലൊരു അദ്ദേഹത്തിന്റെ വയ്യാതിരിക്കുകയാണ് ഇപ്പൊ. താങ്ക് യു. Any other questions or comments? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വോട്ടർ താങ്ക്സിനായിട്ട് ഞാൻ നമ്മുടെ
വൈസ് പ്രസിഡന്റ് ശ്രീ സാജ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് ബിജു ഉൾപ്പെടെ പറഞ്ഞാലോട്ട് ഞങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മതിയാകും എന്ന് തോന്നുന്നില്ല. അപ്പം സിനിമയായിട്ടൊക്കെ ആലോചിച്ച് സാധ്യമെങ്കിൽ ഞങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അത് പിന്നീട് സിനിമയായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇന്നത്തെ മീറ്റിംഗ് വരികയും ഇത്രയും വലിയ ഒരു കടലിന്റെ ഒരു കരയെങ്കിലും നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇത് വലിയൊരു സംഭവം, വലിയ കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പം ഇത്രയൊക്കെ ഒരു വലിയ ഇൻഫർമേഷന് ഈ ചെറിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് പകർന്നു നൽകിയതിൽ ഞങ്ങളെല്ലാവരും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പം വോട്ടർ താങ്ക്സിനായിട്ട് സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഉമ്മൻ ജോസഫിനെ ക്ഷണിച്ചുകൊള്ളു. May I please ask a question? Sure. A short question. Actually, it is a statement. Dr. Elizabeth, എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. You know me through Eva. And I am so grateful to you because of your wisdom, your knowledge, your experience, but most of all, your humility. Thank you. Thank you so much. I'm so glad that you joined. Okay, Saja, go ahead. Mute, Ane. Thank you all for attending today's Dr. Live program with the Brampton Boat Race Committee. And especially thank you for Dr. Elizabeth. It was, we can't express our thanks and the knowledge you are shared with us today. It's very appreciable, and also thank you for sharing your knowledge. So your lot of years experience, you have shared everything in 1 hour. We know that it was very short, and we will, as everybody said, we would like to hear this again when times allows in our program. So I thank you, Elizabeth, especially in the നാട്ടുകാരിയായ എൽസയെ കാണുവാനും എൽസയുടെ പ്രോഗ്രാം കേൾക്കുവാനും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായി ഉണ്ടായിരുന്ന ബിജു ജോർജിനോടുള്ള നന്ദി അറിയിക്കുന്നു. ബിജു ജോർജ് കൂടി തന്ന വാക്കുകൾക്കായും ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഇതിൻ്റെ അധ്യക്ഷൻ കുര്യൻ പ്രക്കാനത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നതിൽ പങ്കെടുത്ത എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും, പ്രത്യേകിച്ച് ഇത് ഫേസ്ബുക്കിലൂടെയൊക്കെയും വാച്ച് ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി, ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണുവരെയും നന്ദി. Thank you. Thank you all. Thank you, Doctor, again. Thank you, Elsa. Thank you, Doctor. സന്തോഷം. We'll be in touch. I must thank you especially. Thank you for accepting our request. Okay. Thank you, Auntie. Okay. നന്നായിരിക്കുന്നല്ലോ മോളെ. എല്ലാരെയും കണ്ടതിൽ സന്തോഷം. എല്ലാം കേട്ടോ? I think they are ending the program. തീർന്നെങ്കിലും ആർക്കും പോകാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. വയനാട്ടിൽ നിന്ന് ജേക്കബ് മാത്യു ഉണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച. വയനാട്ടിൽ നിന്ന് ജേക്കബ് മാത്യു ജോയിൻ ചെയ്തു. എനിക്ക് കുറച്ച് അറിയാവുന്നല്ലേ, കുറച്ച് കാര്യം പറഞ്ഞിരിക്കുക. ലൈവ് സ്റ്റോപ്പ് ആണ്. ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇനിയും